മനുഷ്യ വിഭാഗമായ നമുക്ക് ജീവിതത്തിന് പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നാം. ഈ യാത്ര എപ്പോഴും നമുക്ക് അവസാനിക്കാൻ, നിലച്ചു പോകാൻ സാധ്യത ഏറെയാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ഒരു വ്യക്തി വന്നിക്കാണ്. യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയോട് എനിക്ക് ഒരു രോഗമുണ്ട്, ആ രോഗത്തിന് പ്രതിവിധിയായി വല്ല മരുന്നും നിങ്ങളിൽ എനിക്ക് നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വ്യക്തി ആയിഷ ബീവിയെ സമീപിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മരുന്ന് നിർദ്ദേശിക്കാൻ രോഗം എന്താണ് അറിയും. അപ്പോൾ പറഞ്ഞു, എന്റെ രോഗം പാറേക്കാളും ഉറപ്പുള്ള പ്രകൃതിയാണ് എന്റെ ഹൃദയത്തിനുള്ളത്. മയവും അലിവുമില്ലാത്ത ഉറച്ച ഹൃദയക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഹൃദയം തകർന്നടിഞ്ഞത് കാരണം കൊണ്ട് മറ്റൊന്നും എനിക്ക് പ്രവർത്തിക്കാൻ ചെയ്യാൻ കഴിയുകയില്ല. മനുഷ്യന്റെ പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം നന്നായാൽ അവൻ മൊത്തം നന്നായവനാണ്. ഹൃദയം ദുഷിച്ചു പോയാൽ അവൻ മുഴുവനും ദുഷിച്ചവനും നശിച്ചവനുമാണ്. അപ്പൊ ഹൃദയത്തിന് മനുഷ്യനെ നന്മയിലേക്കും തിന്മയിലേക്കും തിരിക്കാനുള്ള പ്രത്യേക കഴിവ് ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ ഹൃദയം കടുത്തുപോയാൽ, ഈ ഹൃദയത്തിൽ പാപക്കറകൾ വർദ്ധിച്ച് അത് കുന്നുകൂടി ഹൃദയത്തിന്റെ ശോഭ മങ്ങിപ്പോയാൽ അത് ശരീരത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വയറ് മനുഷ്യന്, ഹൃദയം നിൽക്കുന്നത് ഈ കാണുന്ന സ്ഥലത്തിന്റെ ഉൾഭാഗത്താണ്. 3 കാര്യം ഒരു മനുഷ്യൻ പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ചാൽ എല്ലാ നാശങ്ങളിൽ നിന്നും അയാൾക്ക് മുക്തനാവാൻ കഴിയും. നബിതങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തത് മനുഷ്യന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ മനുഷ്യൻ സൂക്ഷിച്ചാൽ, രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞത് അവന്റെ നാവാണ്. മൂന്നാമത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ഔറത്താണ്. ഈ ഭാഗങ്ങളെ ഒരു മനുഷ്യന് സൂക്ഷിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ അവന് ഒരു ലോകത്തും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചുകൊണ്ട് സ്വഹാബി ചോദിക്കുന്നത്, എന്റെ ഹൃദയത്തിന്റെ ഈ കടുത്ത സ്വഭാവത്തിന് വല്ല ചികിത്സയുമുണ്ടോ? ആയിഷ ബീവി പറഞ്ഞു,
വല്ലാത്ത രോഗമാണ് ഇത്. ഏത് രോഗം പോലെയുമല്ല മനുഷ്യന്റെ ഹൃദയത്തിന് രോഗം വരിക എന്നത്. ഇത് വല്ലാത്ത ദുഷിച്ച രോഗമാണ്. രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രോഗമാണ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ ചികിത്സ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ രോഗബാധിതരായ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണമെന്നാണ്. അംഗവൈകല്യം സംഭവിച്ചു പോയ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ ശരീരം തളർന്നു പോയ ഒരുപാട് ആളുകൾ ലോകത്ത്, ഒരുപാട് ആളുകൾ, സംസാരിക്കാൻ കഴിയാത്തവര്, വെള്ളം ഇറങ്ങാൻ പറ്റാത്തവര്, സംസാരിക്കാൻ, ഇങ്ങനെ രോഗം ബാധിച്ചവരെ നിങ്ങൾ സന്ദർശിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഹൃദയത്തിന്റെ ഈ കടുപ്പത്തിന് പ്രതിവിധി ഉണ്ടാകും, പരിഹാരം ഉണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. രോഗസന്ദർശനം വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്. ഞാൻ അത് ഇവിടെ സംസാരിക്കുകയല്ല. രണ്ടാമതായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നീ ജനാസയെ സന്ദർശിക്കണം. മരണപ്പെട്ടവനെ അവന്റെ കൂടെ നീ പള്ളിയിലേക്ക് പോകണം. മരണപ്പെട്ട വീട് സന്ദർശിക്കണം. മരണപ്പെട്ടവന് വേണ്ട ശുശ്രൂഷകൾ നിന്നിൽ നിന്ന് ഉണ്ടാവണം. മയ്യിത്ത് നിസ്കാരത്തിലും മറമാടുന്ന കർമ്മത്തിലും നീ പങ്കുചേരണം. അപ്പോൾ നിന്റെ ഹൃദയത്തിന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരും. നിനക്കും ഇതുപോലെ ഒരു സന്ദർഭം എത്താനുണ്ടെന്ന ചിന്ത നിന്റെ മനസ്സകത്ത് വരും. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആയിഷ ബീവി നിർദ്ദേശിക്കുന്ന വഴി ഒന്ന് രോഗിയെ കാണലാണ്, രോഗിയെ സന്ദർശിക്കലാണ്. രണ്ടാമത് ആയിഷ നിർദ്ദേശിക്കുന്ന മാർഗം മരണപ്പെട്ടവനെ സന്ദർശിക്കലാണ്. മൂന്നാമതായി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് നീ മരണം പ്രതീക്ഷിക്കലാണ്, നീ മരണത്തെ ഓർക്കലാണ്. എന്നാ മരണം? അതാർക്കും അറിഞ്ഞുകൂടാ. എവിടെയാണ് മരണം? ആർക്കും പറഞ്ഞുകൂടാ. എങ്ങനെയാണ് മരണം? രോഗം ഉണ്ടായിട്ടാണോ, രോഗം ഇല്ലാതെയാണോ, ഇരുന്നിട്ടാണോ, കിടന്നിട്ടാണോ, നടക്കുമ്പോഴാണോ, കല്യാണ വീട്ടിൽ വെച്ചാണോ, മരണ വീട്ടിൽ വെച്ചാണോ, കുളിക്കാൻ പോകുമ്പോഴാണോ, അല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്യുമ്പോഴാണോ? ഇതൊന്നും ഒരാൾക്കും വിധി എഴുതാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നീ മരണത്തെ പ്രതീക്ഷിച്ചു ജീവിച്ചോ. എന്നാൽ നിന്റെ ശരീരത്തിൽ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ തരും. നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയാൻ മരണം ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ കൊളസ്ട്രോൾ കൂടിയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞ്, നല്ല ഡോക്ടറാ, രാവിലെ സുബീസ്കരിച്ച് വാതിലടച്ചിട്ട് മരിച്ചണത് ഓർക്കാനും ഖബർക്ക് ഇറക്കി വെക്കുന്നത് ഓർക്കാനും കുടുംബക്കാരൊക്കെ പിരിഞ്ഞു പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്താൽ കൊഴുപ്പ് മാത്രമല്ല, ശരീരം തന്നെ ഇല്ലാതായിപ്പോവും. ഇത് സൂഫിയാക്കളുടെ ജീവിതമാണ്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരു മയ്യിത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവികളും കേൾക്കുന്നുണ്ട് എന്നാണ്. സ്വഹീഹായ ഹദീസാണ്. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ
നിങ്ങൾക്ക് അങ്ങനെ ഒരു കശ്ഫ്, ഒരറിവ്, മറഞ്ഞ കാര്യത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അതുല്യമായ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ മാ തദാഫൻതും, നിങ്ങൾ ആരെയും മറവ് ചെയ്യാൻ ഉണ്ടാവില്ല. മയ്യത്തിന്റെ കട്ടിൽ പിടിച്ചാൻ ആളെ കിട്ടൂല പേടിയായിട്ട്. കാരണം കട്ടിൽ നിന്ന് സംസാരിക്കുക, വേഗം പോട്ടടാ, വേഗം കൊണ്ടുപോകുക, മറവ് ചെയ്യെന്നെ. ഈമാനില്ലാതെ മരണപ്പെട്ടവൻ, തെറ്റുകാരനായി മരണപ്പെട്ടവൻ, അവന്റെ ആത്മാവ് സംസാരിക്കുന്നത് എവിടേക്കാണ് പോകുന്നത്? പേടിയാകണ്, ബേജാറാകണ്, നിങ്ങൾ എങ്ങോട്ടെന്നെ താങ്ങി പൊക്കിക്കൊണ്ടുപോകുന്നത്? ഇതും മനുഷ്യന്റെ ആത്മാവ് സംസാരിക്കും അവന്റെ ജനാസയും വഹിച്ചു പോകുമ്പോൾ. അത് നിങ്ങൾ കേൾക്കുന്നില്ല, മൃഗങ്ങൾ അത് കേൾക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്, മോനെ, നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധി നിനക്ക് നേടാൻ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകാൻ നീ സ്വീകരിക്കേണ്ടത്, നീ രോഗികൾ, രോഗബാധിതർ, അവരെ സന്ദർശിക്കലും മരണപ്പെട്ടവനെ സന്ദർശിക്കലും അതുപോലെ മരണത്തെ ഓർത്ത് ജീവിക്കലുമാണ്. എല്ലാ മനുഷ്യനും അത് വരാനുള്ളതാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മരണത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാനുള്ളവരാണ്, കീഴടങ്ങാനുള്ളവരാണ്. ലോകത്തുള്ള സർവ്വജനങ്ങളും ഈ ബോധം മനുഷ്യനുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ കറുപ്പ് നീങ്ങും, അവന്റെ ഹൃദയത്തിന്റെ ഉറപ്പ് മയപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും മാമിൻ യൗമിൻ, ഒരു ദിവസവും ഇല്ല വ മലക്കുൽ മൗതി യുനാദി, മലക്കുൽ മൗത്ത് എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത്? യാ അഹ്ലദ് ദുനിയാ, യാ അഹ്ലദ് ദുനിയാ, ഓ ദുന്യാവിന്റെ അഹ്ലുകാരെ, നിങ്ങൾ തയ്യാറാകണേ. അജ്ജിലു, അജ്ജിലു, നിങ്ങൾ വേഗം കൂട്ടണേ, നിങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കി വെക്കണേ. നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി വെക്കണം. കാരണം ലഅന്ന അഹ്ലൽ ഖുബൂരി, ഖബറാളികൾ, മഹ്ബൂസൂൻ, അവരെ ഹബ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മിൻ അജ്ലിക്കും, നിങ്ങളെ കാരണം കൊണ്ട്. നമ്മളും കൂടി എത്തിയിട്ട് വേണം അവർക്ക് ഖബറിൽ നിന്ന് പോകാൻ. സുബ്ഹാനല്ലാഹ്, അവർ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകാൻ. ഞാനും നിങ്ങളും കൂടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ കിടന്ന് ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്. 500 കൊല്ലം കഴിഞ്ഞവർ, 1000 പിന്നിട്ടവർ, അതിലും കൂടുതൽ പിന്നിട്ടവർ, ഒരാണ്ടുകാലം പൂർത്തിയായവർ, 100 പിന്നിട്ടവർ, അവർ കാത്തിരിക്കുന്നത് നമ്മളെത്താനാണ്. അവർക്ക് ഖബറിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ നമ്മളെത്തണം. അതുകൊണ്ട് അവരെ പ്രതീക്ഷ നമ്മളാണ്. ഞാനും നിങ്ങളും അവരെ സമീപത്ത് എത്തി എല്ലാവരും കൂടി റബ്ബിന്റെ കോടതിയിലേക്ക് പോകലാണ്. അതുകൊണ്ട് അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. ഖബറാളികൾ ഹയാത്തോടുകൂടി ഭൂമിലോകത്തു ജീവിക്കുന്ന മനുഷ്യനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം തയ്യാറെടുപ്പ് ചെയ്യണേ. നിങ്ങളെ, നിങ്ങളെ കുടുംബവും ലോകത്തെ മറ്റു മനുഷ്യരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ലിഅന്ന അഹ്ലൽ ഖുബൂരി മഹ്ബൂസൂൻ മിൻ അജ്ലിക്കും. അതുകൊണ്ട് അജ്ജിലു, 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 നിങ്ങൾ പെട്ടെന്ന് തയ്യാറാവണം എന്ന് എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് അസ്റായീൽ
അലൈഹിസ്സലാം വിളിച്ചു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഉത്റുകൂ മാ ജമഅതും, നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിക്കോ. നിങ്ങൾ സംഭരിച്ചു വെച്ചത് അത് യഥാവിധിയിൽ വിനിയോഗിക്കുവാനും ചെലവഴിക്കുവാനും നിങ്ങൾ പരിശ്രമിച്ചോ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉയർന്ന സൗധങ്ങൾ തകർന്നടിയുവാൻ പോവുകയാണ്. നിങ്ങൾ ഖബറിലേക്ക് പോകാൻ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഖബറിലേക്കുള്ള സമയം അടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഖബറിലേക്ക് ഒരു കൊല്ലം നമ്മൾ അടുത്തു. അതുകൊണ്ട് എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, മലക്കുൽ മൗത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഒരുങ്ങണേ ഒരുങ്ങണേ, വേഗമാക്കണേ, തയ്യാറാവണേ, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവർ ഖബറിൽ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും ഒരു മനുഷ്യന്റെ മുഖത്ത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നോക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം ഒരു ദിവസം ഒരു മനുഷ്യന്റെ മുഖത്ത് വന്നിട്ട് അസ്റായീൽ നോക്കുകയാണ്. നമ്മൾ അസ്റായീൽ വന്നപ്പോ ചായ കുടിച്ച, നമ്മൾ അങ്ങാടിന്ന് വർത്താനം പറയാ 70 പ്രാവശ്യം. ഇന്ന മലക്കൽ മൗത്ത് യൻദുറു ലിവജ്ഹിൽ അബ്ദി ഫീ കുല്ലി യൗമിൻ 70 മറ. റൂഹിനെ പിടിക്കാൻ ഒരു സമയത്താ വരിക. 70 പ്രാവശ്യം ഓരോ ദിവസവും അസ്റായീൽ അലൈഹിസ്സലാം വന്ന് മനുഷ്യന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക. നമ്മൾ കാണൂല, അവരിങ്ങോട്ട് കാണും. ഫഇദാ ലഹിക്കൽ അബ്ദു, അപ്പൊ നമ്മൾ ചിരിക്കാണ്, അടിമ ചിരിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറയും, യാ അജബാ, എന്തത്ഭുതം, ഇവൻ അറിയോ ഇവന്റെ ഹാല്, നാളെ മരിക്കാനുള്ളവനാ. ഇവന്ന് കടയിൽ കുത്തിരുന്നിട്ട് കയ്യടിച്ച് പൊട്ടിച്ചിരിക്കുക. അസ്റായീൽ ഇങ്ങനെ നോക്കിപ്പോവുക, കാരണം പരിചയമുള്ള ആളാ, എന്നും 70 വട്ടം. ഇന്ന് വന്നു നോക്കിയപ്പോ പുഴയിൽ ഇരുന്നിട്ട് സംസാരിക്കുക. ഇന്നലെ വന്നു നോക്കിയപ്പോ ബസ്സിലിരുന്ന് അയാള് സംസാരിക്കുക. കുട്ടികളുമായി സംഭാഷണത്തില, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. അസ്റായീൽ അലൈഹിസ്സലാം പറയും, യാ അജബാ, അല്ലാഹുവിന്റെ ഖുദ്റത്ത് തന്നെ, പടച്ചോനെ ഈ സാധു അറിയപ്പത്, എനിക്കുള്ള ഡ്യൂട്ടി ഇയാൾ ആത്മാവ് പിടിച്ചല, നാളെയാണ്. എപ്പോഴാ? കല്യാണത്തിന് മുമ്പ്. ഭാര്യയും മക്കളും കുടുംബങ്ങളും ഒന്നിച്ചു പോകുമ്പോ ഭർത്താവിന്റെ റൂഹ് പിടിക്കാനാണ് അള്ളാഹു ഉത്തരവ് കൊടുത്തത്. ഇത് ഈ സാധുവിനൊന്ന് പറഞ്ഞു കൊടുത്താൽ രക്ഷപ്പെടും. പക്ഷേ അള്ളാഹുവിന്റെ അനുമതിയില്ല. യാ അജബാ, അത്ഭുതം. ഇയാളിന്ന് ചിരിക്കുക. ഇയാൾ നാളെ 10 മണിക്ക് ഖബറിൽ മൂടുകല്ല് വെച്ച് കൂട്ടുകാരൊക്കെ ദുഃഖിക്കുന്ന സമയമാണ്. ഗൾഫിൽ നിന്ന് കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് അയാൾ വന്നത്. ഭാര്യയും കുട്ടികളും കുടുംബങ്ങളോടൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആരാ മരിക്കണത്? വല്യമ്മ മരിച്ചാൽ വലിയ സങ്കടം ഉണ്ടാവൂല, അത് പ്രായക്കണമെന്ന് വിചാരിച്ച. മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ വീട്ടിന്റെ നാഥനായ അടിത്തറയായ ഈ സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെടുന്ന സമയം അയാളുടെ മുന്നിലെത്തിയിരിക്കുന്നു. 70 പ്രാവശ്യം നോക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, നിങ്ങൾ വായിച്ചു കാണും, കഴിഞ്ഞ ഒരു കൊല്ലായി കുണ്ടൂട്ടിയിൽ വീടിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, പൂർത്തിയാക്കിയിട്ടില്ല. ഇയാൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ 2-3 കൊല്ലം നിന്നിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. പാസ്പോർട്ടൊക്കെ വാങ്ങി ട്രോളിയിൽ സാധനേറ്റ് ഇങ്ങനെ ഉന്തി വരുമ്പോൾ വാപ്പ അണഞ്ഞുകൂട്ടി പിടിച്ച്, ഭാര്യ വന്നിട്ടുണ്ട്, മക്കൾ വന്നിട്ടുണ്ട്.
ജീപ്പിൽ കയറി. മുന്നിൽ വാപ്പൻ്റെ ഒപ്പം കുത്തിരിക്കാനും മക്കൾ തല്ലുകൂടി. ചെറിയോൻ പറഞ്ഞു ഞാൻ, വലിയോൻ പറഞ്ഞു ഞാൻ. ഏറ്റവും ചെറിയ ആളെയാണ് വാപ്പ ഒപ്പം ഇരുത്തിയത്. കുണ്ടോട്ടിയിലെത്തിയപ്പോൾ വേറൊരു വണ്ടി കൊണ്ട് വന്നു, ഇടിച്ചു. മരിച്ചതാരാന്നറിയോ? ഈ ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ മരണപ്പെട്ടു, കുട്ടി മരണപ്പെട്ടു. വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. നമ്മളെ നേതാക്കളെ പോയി സന്ദർശിച്ചു. ഉമ്മ കാത്തിരിക്കുകയാണ്, എൻ്റെ കുട്ടി വരുമ്പോഴത്തിന് നല്ല ശാപ്പാട് ചോറ് വെച്ച്. ഇങ്ങനെ മോനെ കാണാനില്ല, പോയോലും കാണാനില്ല. വിമാനം ഇറങ്ങിയിട്ടില്ലേ, എന്തിത്ര നേരായി? എന്താണ് ആ ഉമ്മൻ്റെ ദുഃഖം? ആരാണ് ആ ദുഃഖം പരിഹരിക്കാൻ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എല്ലാ ദിവസവും മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? യാ അജബാ, യാ ഫുലാൻ, മോനെ, ഉമ്മിറുത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബിഖബ്ളി റൂഹിക, നിന്റെ ആത്മാവ് പിടിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ത തൽഹഖു, നീ ചിരിച്ച് കഴിയുകയാണ്. നാളെ നിന്റെ മരണത്തിന്റെ വിവരം നീ അറിഞ്ഞില്ലല്ലോ. അല്ലാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിന്റെ റൂഹ് പിടിക്കാൻ. നീ ചിരിക്കുകയാണ്, നീ സന്തോഷത്തിലാണ്. നാളെ നിന്റെ വീട്ടുകാർ ദുഃഖത്തിലാണ്, നിന്റെ ഭാര്യ ദുഃഖത്തിലാണ്, മക്കൾ ദുഃഖത്തിലാണ്. യാ അജബാ, ഇത് വല്ലാത്ത അത്ഭുതം. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, എല്ലാ മനുഷ്യന്റെ മുന്നിലും വരാനുള്ളതാണ് ഈ പറയപ്പെട്ടത്. മരണമുണ്ട്, മരണശേഷം നശിക്കാത്ത എന്നെന്നുമുള്ള ജീവിതമുണ്ട്. ഈ ജീവിതത്തിന്റെ സുഖമാണ്, ആസ്വാദനമാണ് ഭൗതിക ലോകത്തെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് യാത്ര റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ പോകുന്ന ലക്ഷ്യം വിട്ട് നമ്മുടെ വാഹനം തിരിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കേന്ദ്രത്തിൽ നമുക്ക് ഇറങ്ങി താമസിക്കാൻ കഴിയില്ല. കോഴിക്കോട്ടേക്ക് പോകുന്ന ആള് ഇവിടെ ഇങ്ങനെ കയ്യ കൊടുക്കാടാ പോണു, ഞാൻ ഏതെങ്കിലും കിട്ടിയതിന് കയറാൻ വിചാരിച്ചിരിക്കുകയാണ്. അവന് കോഴിക്കോട്ടേക്ക് എത്താൻ കഴിയൂല. അത് നിലമ്പൂർക്ക് അന്നാവോ അതിനാകേര്. ഇവന് പോണ്ടത് കോഴിക്കോട്ടാ. ലക്ഷ്യമില്ല മനുഷ്യന്റെ ജീവിതത്തിന്. ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ, മാർഗങ്ങൾ മനുഷ്യൻ കാണണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഓ സഹോദരങ്ങളെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാനുള്ള രണ്ട് ഉപദേശകരെ വിട്ടുകൊണ്ടാണ് പോകുന്നത്. രണ്ട് ഉപദേശകർ, എപ്പോഴും മനുഷ്യനെ ഉപദേശിക്കുന്ന രണ്ട് ഉപദേശകന്മാരുണ്ട്. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഞാൻ പോയാലും നിങ്ങളെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന ഉപദേശം ചെയ്യുന്നവർ ഭൂമി ലോകത്ത് രണ്ടെണ്ണമുണ്ട്. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഏതാണ് ആ ഉപദേശകന്മാര്? തറക്കുതു ഫീക്കും വാഇളൈൻ, രണ്ട് വാള് പറയുന്നവരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വിട പറയുന്നത്. സഹാബത്ത് ചോദിക്കുന്നു, ആരാണ് ഈ വാള് പറയുന്നവർ? നിങ്ങൾ വഴി തെറ്റുമ്പോഴേക്ക് നിങ്ങളെ നന്നാക്കാൻ, നിങ്ങളെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, നിങ്ങളെ മനസ്സിനെ സമാധാനിപ്പിച്ചു തരാൻ രണ്ട് വാളു പറയുന്നവരെ, ഉപദേശിക്കുന്നവരെ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര പോകുന്നത്. അതിൽ ഒരു ഉപദേശകന് മിണ്ടാൻ കഴിയൂല. ഒന്ന് മിണ്ടുന്ന ഉപദേശകനാണ്, ഒന്ന് സംസാരിക്കുന്ന വാള് പറയുന്നവനാണ്, മറ്റൊന്ന് സംസാരമില്ലാതെ വാള് പറയുന്നവനാണ്. സഹാബത്തിന് ജിജ്ഞാസയായിപ്പോയി. മിണ്ടുന്ന വാള് പറയുന്ന ആളും മിണ്ടാതെ വാള് പറയുന്ന ആളും, സംസാരിച്ചുകൊണ്ട് ഉപദേശിക്കുന്നവനും സംസാരിക്കാതെ ഉപദേശിക്കുന്നവനും
ഇത് നിങ്ങളിൽ ഇട്ടുകൊണ്ടാണ്, ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കേൾപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, ആരാണ് ഈ ഉപദേശകന്മാർ? സംസാരിക്കുന്ന ഉപദേശകനും നാവെടുത്ത് സംസാരിക്കാത്ത ഉപദേശകനും ഏതാണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മിണ്ടുന്ന സംസാരക്കാരൻ അതേതാണെന്നറിയോ? അത് ഖുർആനാണ്. ഖുർആൻ നമ്മളെ എപ്പോഴും വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഓതിയല്ലോ, വൈദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ മനുഷ്യന്റെ ഹൃദയം നിറയുകയാണ്, അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ആനന്ദമുണ്ടാവുകയാണ്, അവൻ പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ ആലോചിക്കുകയാണ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇന്ന് ഖുർആനല്ലേ ലോകത്തിന് മാർഗദർശനം നൽകുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ലോകത്തെ മുഴുവനും ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ആ ഖുർആനിന്റെ മഹിമ പറയുകയല്ല ഈ സമയത്ത്. ലോകം ഇന്നും ഞെട്ടലോടെയല്ലേ വിശുദ്ധ ഖുർആന്റെ ആജ്ഞാപനങ്ങളെ ഉൾക്കൊള്ളുന്നതും കേൾക്കുന്നതും. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. മരിക്കാത്ത ശരീരമില്ലെന്ന് പറഞ്ഞതാരാണ്? ഖുർആനാണ്. ഈ തീരുമാനത്തെ മറികടക്കാൻ ലോകത്ത് ഒരു യന്ത്രത്തിനും കഴിഞ്ഞില്ല എന്നതാണ്. ഇന്നും ഇന്നലെയുമൊക്കെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങൾ കുലുങ്ങി എന്നതാണ്. ഇവിടെ ഷാഫി സഖാഫി ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ ഖുർആൻ പറഞ്ഞത്? ഇനിയും ഇവിടെ പ്രതിപാദിക്കാനുണ്ട്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ وجيء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان. ഖുർആൻ തുടർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് വഅദ് പറയാണ്. ഇത് എപ്പോഴും മനുഷ്യനെ തൊട്ടുണർത്തുകയാണ്, വിളിച്ചുണർത്തുകയാണ്, മനുഷ്യനെ ഉപദേശിക്കുകയാണ്. ഭൂമി ഖിയാമത്ത് വരുമ്പോ ഒന്ന് കുലുങ്ങും, പിന്നെയും കുലുങ്ങും. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ. ഒരു കുലുക്കത്തോടുകൂടി തീരുന്നില്ല പ്രകമ്പനങ്ങൾ, പിന്നെയും പ്രകമ്പനങ്ങൾ ഭൂമി ലോകത്ത് സംഭവിക്കുകയാണ്. ഏറ്റവും വലിയ ശക്തിയോടുകൂടി ലോകത്തെ എല്ലാ എഞ്ചിനീയർമാരും ഒരുമിച്ചുകൂടി പ്ലാൻ സംവിധാനിച്ചു നിർമ്മിച്ച ബിൽഡിംഗ് ആണെങ്കിലും ഭൂമിയിൽ തകർന്നടിയാത്ത കൊട്ടാരങ്ങളില്ല, കെട്ടിടങ്ങളില്ല. ഭൂമി ലോകത്തിന്റെ മുകളിൽ ഉപരിഭാഗത്ത് അല്ലാഹു അത്ഭുതമായി സംവിധാനിച്ച ആകാശങ്ങൾ പോലും താഴേക്ക് തകർന്നടിയുകയാണ്. സൂര്യൻ ഭൂമിയിലേക്ക് വരികയാണ്, ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്, നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്, കടലിലെ വെള്ളങ്ങളൊക്കെ വറ്റുകയാണ്. എല്ലാം ഒരു അത്ഭുതമാണ്. ഈ ഖുർആനിന്റെ സൂചനകളിലേക്ക് ലോകത്തിന്റെ പോക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, സൽസലത്തിനെ കുറിച്ച് ഇവിടെ പറയാനുണ്ടെന്നാണ് നേരത്തെ ഇവിടുന്ന് കേട്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ മനുഷ്യനെ എപ്പോഴും വിളിക്കുകയാണ്. മോനെ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്,
മരണത്തെ തൊടാത്ത ശരീരം ലോകത്തുണ്ടോ? ഏതെല്ലാം രാജാക്കന്മാര് കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് اليوم أكملت لكم نعمتي ورضيت لكم الإسلام دينا. ഖുർആൻ ഈ ലോകത്ത് ഇസ്ലാമിനെ സമ്പൂർണമാക്കിയിരിക്കുന്നു എന്ന ആയത്ത് റസൂലുള്ളാഹി കേൾപ്പിച്ചപ്പോൾ സ്വഹാബത്ത് സന്തോഷിച്ചപ്പോൾ വീട്ടിൽ ചെന്നുകൊണ്ട് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തേ സിദ്ദീഖേ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ റസൂൽ ഇന്ന് സന്തോഷിക്കാൻ കൽപ്പിച്ച ഒരു ദിവസം പോലെയല്ലേ? കാരണം ആദം അലൈഹിസ്സലാം മുതൽ ആരംഭം കുറിച്ച ഈ പ്രസ്ഥാനത്തിന്റെ, ഈ ഇതിഹാസത്തിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനമല്ലേ ത്വഹ മുഹമ്മദ് മുസ്തഫ. അറഫയെ സാക്ഷ്യപ്പെടുത്തി ലക്ഷക്കണക്കായ സഹാബത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ ഈ ആയത്തിനൊരു പിൻപുറമുണ്ട്, അതിനൊരു രഹസ്യമുണ്ട്, അതിനൊരു ഉൾഭാഗമുണ്ട്. ഈ ഖുർആനിന്റെ ഉൾഭാഗം വിവരിക്കുന്നത് നോക്കണേ. ഖുർആൻ അറിയുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാണുന്നത് ഇതിന്റെ ബാഹ്യഭാഗത്തുള്ള അർത്ഥത്തിന്റെ പുറമെ അതിന്റെ ഉള്ളിലൊരു അർത്ഥമുണ്ട്. അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയോട് യാത്ര ചോദിക്കാൻ സമയമായി എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വിട പറയാൻ സമയമെടുത്തു എന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ച് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ അനുഭവിച്ചറിഞ്ഞ നേതാവാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അവ്വലു മൻ ആമന ബി അബൂബക്കർ സിദ്ദീഖ്. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ സിദ്ദീഖ്. ഞാൻ എന്തു പറഞ്ഞാലും അതിന് തെളിവ് കാണാതെ, തെളിവ് നോക്കാതെ, ലക്ഷ്യം ചിന്തിക്കാതെ, തെളിവ് ചിന്തിക്കാതെ എന്റെ നാവിൽ നിന്ന് ഒരു കാര്യം പുറത്തു വന്നാൽ അതാദ്യം സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന നേതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചതും ഞാൻ ആദ്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതും മാത്രമല്ല, അവ്വലു മൻ യദ്ഖുലു മിൻ ഉമ്മത്തി അൽ ജന്നത അബൂബക്കർ സിദ്ദീഖ്. എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശനം ലഭിക്കുന്ന നേതാവ്, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കാര്യബോധമുള്ള, ദീർഘവീക്ഷണമുള്ള, ഉള്ളറകളിലേക്ക് ഇറങ്ങിപ്പോകാനും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെ കണ്ടെത്താനും കെൽപ്പുറ്റ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായത്, അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടത് മുതൽക്ക് രോഗം തുടങ്ങിയതാണ്. നിങ്ങൾ കേട്ടതായിരിക്കുമല്ലോ. എന്താണ് സിദ്ദീഖ് തങ്ങളെ രോഗം? ടെൻഷനാണ്. മറ്റൊരു രോഗവും സിദ്ദീഖ് തങ്ങൾക്കില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ നേതാവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ചറിഞ്ഞ നേതാവായതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാനസികമായ ദുഃഖം കൂടി, പിരിമുറുക്കം കൂടി. അങ്ങനെ ശരീരം ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ നാളുകൾ പിന്നിടുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ശരീരം ശുഷ്കിക്കുകയാണ്, ക്ഷീണിക്കുകയാണ്, മെലിയുകയാണ്. ഈ രോഗം കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭൂമിയിൽ നിന്ന് വഫാത്തായി പോകുന്നത്. 63-ാം വയസ്സിലാണ്. അള്ളാന്റെ ഹബീബ് വഫാത്തായ അതേ കാലത്താണ്
അതേ ആയുസ്സിലാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ 12 അക്ഷരങ്ങളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ 12 അക്ഷരമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൂടുമ്പോൾ 24 അക്ഷരമുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് 12 അക്ഷരമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരമുണ്ട്. അലി അബീ താലിബ് 12 അക്ഷരമുണ്ട്. നോക്കണേ നിങ്ങള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞതാണ്. ഇതാണ് സിദ്ദീഖ് തങ്ങൾ കരയുന്നത്. ഹബീബിന്റെ വിയോഗം ഓർത്തുകൊണ്ടാണ്. ഭൂമിയിൽ നിന്ന് യാത്ര പോകുന്നത് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചെന്നിട്ട് പുന്നാര തങ്ങളോട് ചോദിക്കുന്നു, യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ്, സിദ്ദീഖ് കരയുകയാണ്. സിദ്ദീഖ് പറയുന്നത്, അങ്ങ് വഫാത്താകുന്നതിന്റെ സൂചന ഈ ഇറങ്ങിയ ആയത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. സിദ്ദീഖ് പറയുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്. അപ്പോഴാണ് പുന്നാര തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറഞ്ഞത്, അതേ അബൂബക്കറിന്റെ നാവിൽ നിന്ന് വന്നാൽ അത് സത്യം തന്നെയാണ്. അവ്വലു മൻ ആമന ബീ വഅവ്വലു മൻ സദ്ദഖനീ വഅവ്വലു മൻ യദ്ഖുലു മിൻ ഉമ്മത്തീ അബൂബക്കർ എന്നാണ്. ഇത് പറഞ്ഞപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അള്ളാന്റെ ഹബീബിനെ അണഞ്ഞുകൂട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് മരണപ്പെടുമോ നബിയേ? അങ്ങ് ഭൂമിയിൽ നിന്ന് യാത്ര പോകുമോ നബിയേ? അങ്ങയില്ലാത്ത ഒരു ലോകത്ത് ഞങ്ങൾ ജീവിക്കേണ്ടി വരുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂല് ഓതിക്കൊടുക്കുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അതേ, ആദം അലൈഹിസ്സലാം വഫാത്തായില്ലേ? ഇബ്രാഹിം നബി വഫാത്തായില്ലേ? നൂഹ് അലൈഹിമുസ്സലാം മരണപ്പെട്ടില്ലേ? ഈസാ അലൈഹിസ്സലാം ഈ ലോകത്തിൽ നിന്നും അല്ലാഹു പ്രത്യേകമായ മറ്റൊരു ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയെങ്കിലും ഈസാ നബിയും മരണപ്പെടുന്നവരാണ്. അമ്പിയാക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അത് എന്നും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഉപദേശകനാണ്, വഅദ് പറയുന്നതാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ ഖുർആൻ ഉപദേശിക്കുമെങ്കിൽ അത് സംസാരിക്കുന്ന ഉപദേശകനാണ്, അത് ഓതപ്പെടുന്ന ഗ്രന്ഥമാണ്, വായിക്കപ്പെടുന്ന വാക്കാണെങ്കിൽ മിണ്ടാതെ നാവെടുത്ത് സംസാരിക്കാതെ വഅദ് പറയുന്ന വായിലാരാണ്? ഉപദേശകൻ ആരാണ്? അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അത് മരണമാണ്. നീ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത് നിന്നെ വാള് പറഞ്ഞ് നിന്നെ നന്നാക്കാൻ ഏറ്റവും കെൽപ്പുറ്റ വസ്തുവാണ് മരണമെന്ന് ത്വഹ മുഹമ്മദ് മുസ്തഫ. അയൽവാസി മരണപ്പെട്ടത് എന്തിനാണ്? ഞാൻ ഓർക്കാനാണ്, ചിന്തിക്കാനാണ്. എൻ്റെ മകൻ മരണപ്പെട്ടു, ചിന്തിക്കാനാണ്. രോഗമില്ലാത്തവൻ മരണപ്പെട്ടു, ചിന്തിക്കാനാണ്. എൻ്റെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സൗദിയിൽ വെച്ച് മരണപ്പെട്ടു. നാട്ടിൽ നിന്ന് അയാൾക്ക് ഗൾഫിലേക്ക് പോകാൻ മനസ്സില്ല.
കുടുംബത്തിന്റെ നിർബന്ധം കൊണ്ട് വാശി കൊണ്ടാണ് 2 മാസം നാട്ടിൽ വന്ന് ലീവ് കഴിഞ്ഞ് ഗൾഫിലെ സൗദിയിലെ ഖമീസ് മുശൈത്തിലേക്ക് പോയത്. അയാൾക്ക് എവിടെ തന്നെ നിൽക്കണമെന്നാണ് മനസ്സുള്ളതെങ്കിലും വീട്ടിന്റെ പ്രാരാബ്ദം കൂടിയപ്പോ ഭാര്യയും മക്കളുമൊക്കെ ഈ കൊല്ലം കൂടി പോയി നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞ് അദ്ദേഹം ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉച്ചക്ക് ഊണ് കഴിക്കാൻ തന്റെ കടയടച്ച് മുതലാളിയുടെ കടയിൽ നിന്ന് താക്കോലെടുത്ത് റോഡ് മുറിച്ച് കിടക്കുമ്പോഴാണ് മറ്റൊരു വാഹനം വന്ന് ഇടിച്ച് അദ്ദേഹം ആ സമയത്ത് തൽക്ഷണം മരണപ്പെട്ടു പോയത്. മയ്യിത്ത് പോലും ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല, മക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതാ കുടുംബത്തിനു മാത്രമല്ല ഉപദേശം തരുന്നത്, ആ നാട്ടുകാർക്ക് വഅള് ചെയ്യുന്ന ഉപദേശിക്കുന്ന ഉപദേശമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. തറക്തു ഫീകും വാഇളീൻ, നിങ്ങളിൽ 2 ഉപദേശിക്കുന്നവരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര പോകുന്നത്. ഒന്ന് മുണ്ടുന്നതും ഒന്ന് മിണ്ടാത്തതും, ഒന്ന് സംസാരിക്കുന്നതും മറ്റൊന്ന് സംസാരിക്കാത്തതും. സംസാരിക്കുന്നത് ഖുർആനാണ്, സംസാരിക്കാത്തത് മരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, ഭൂമിയിൽ നന്നായി ജീവിച്ചാൽ അവനെപ്പോലെ ഭാഗ്യമുള്ളവൻ ആരാണ്? ആയുസ് നീണ്ടു കിട്ടുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അനുകൂലമായി ജീവിക്കുകയും ചെയ്താൽ അവനെപ്പോലെ ഭാഗ്യമുള്ളവൻ ലോകത്ത് പിന്നെ ആരാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവന്റെ ജീവിതത്തിൽ കറ വന്നിട്ടില്ല, മായം വന്നിട്ടില്ല, അനാവശ്യങ്ങൾ സംഭവിച്ചിട്ടില്ല, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടില്ല. അവന്റെ റൂഹ് പിടിക്കുന്നത് ആകാശ ലോകത്ത് ആഘോഷമാണ്. നമ്മളെ വീട്ടിലൊരു ദുഃഖമുണ്ട്, അത് സത്യമാണ്. പക്ഷേ വാനലോകത്ത് ഇന്ന് ആഘോഷമാണ്. മലായിക്കത്ത് ഇന്ന് സന്തോഷിക്കുകയാണ്. ആത്മാക്കൾ ജീവിക്കുന്ന ലോകത്ത് ഇന്ന് ഉല്ലാസമാണ്. കാരണം വരുന്നത് ഒരു പവറുള്ള ആത്മാവാണ്, പ്രകാശമുള്ള റൂഹാണ്, മദ്യപിക്കാത്ത ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആത്മാവാണ്, ഒരു വഖ്ത് നിസ്കാരം പോലും നഷ്ടപ്പെടാതെ ജീവിച്ച ശരീരത്തിൽ നിന്നും പുറത്തു വന്ന റൂഹാണ്. കളവ് പറയാതെ ജീവിച്ച ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന റൂഹിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. അത് കൊടുങ്കാറ്റിനേക്കാളും വേഗത്തിൽ പറക്കാൻ കഴിവുറ്റതാണ്. ഏത് പാറക്കല്ലിനെയും തുളച്ചു പോകാൻ, ഏത് ഇരുമ്പിനെയും തോൽപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ സ്വാലിഹായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ മലക്കുൽ മൗത്ത് അസ്റായീലിന് ഓർഡർ കിട്ടിപ്പോയി. അസ്റായീൽ അലൈഹിസ്സലാം വരുന്നു, വന്നു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, എങ്ങനെ വരുന്നത്? സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗത്തിൽ നിന്ന് കസ്തൂരി വാങ്ങുന്നു, കസ്തൂരി എടുക്കുന്നു, എന്നിട്ട് ഒരു വെള്ളപ്പട്ട് സ്വർഗത്തിൽ നിന്ന് കയ്യിൽ വെക്കുന്നു. സ്വർഗത്തിലെ കസ്തൂരി മിസ്ക്, ആ മിസ്കും സ്വർഗത്തിലെ വെള്ളപ്പട്ട്. മരണപ്പെട്ടാൽ വെള്ളവസ്ത്രത്തിലാണ് മനുഷ്യന്റെ ഭൗതിക ശരീരം പൊതിഞ്ഞു കൊണ്ടുപോകല്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വെള്ളപ്പട്ടും കൊണ്ടാണ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അസ്റായീൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വയഹ്ബിതു, അതാ അസ്റായീലിന്റെ പിന്നിലിറങ്ങുന്നു 500 മലക്കുകള്. സുബ്ഹാനല്ലാഹ്, ഇത് ഖുർആൻ പറഞ്ഞതാണ്.
എന്തേ ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. എത്ര മലക്കുകളാണ് ഖുർആൻ പറഞ്ഞില്ല. മഹാന്മാര് വിശദീകരിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, സത്യവിശ്വാസിയായി ലോകത്ത് ജീവിച്ചു, അനാവശ്യങ്ങളില്ലാതെ ഭൂമിയിൽ ജീവിച്ചു, ഹറാമ് ജീവിതത്തിൽ വരാതെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച് മരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരും. എന്തിനാ ഇറങ്ങി വരുന്നത്? സന്തോഷ വിവരം പറയാൻ. എന്താണ് സന്തോഷം? 500 മലക്കുകളാണ് വരുന്നത്. ഓരോ മലക്കും ഈ മരിക്കുന്ന ആത്മാവ് ഇങ്ങനെ പോവുകയാണ്. അസ്റായിൽ ഇങ്ങനെ റൂഹ് പിടിക്കുമ്പോ അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ ഇവിടെ എത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ വാസന വന്നുപോയി. മലക്കുൽ മൗത്ത് വന്നിട്ട് അതാ മുഖത്ത് ഊതിപ്പോയി. മുഖത്ത് ഊത്ത് കിട്ടിയതോടുകൂടി ശരീരം വാടിത്തളർന്നു പോയി. അസ്റായിലൊരു ഊത്തുണ്ട്. എത്ര നല്ല ആരോഗ്യമുണ്ടെങ്കിലും കഴിഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അസ്റായിൽ അലൈഹിസ്സലാം ഊതിയത് കൊണ്ടാണ്. ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല. ഞരമ്പുകൾ തളർന്നുപോയി. അസ്റായിൽ ഇങ്ങനെ ഊതിയപ്പോ സ്വർഗത്തിന്റെ ഒരു മണം മൂക്കിലേക്ക് വന്നു. 500 മലക്കുകൾ ഈ മനുഷ്യന്റെ കൂടെ, ഈ ബഹുമാനപ്പെട്ട അസ്റായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മലക്കുകളും ഈ മരിക്കുന്ന മനുഷ്യന്റെ ചെവിയുടെ ഉള്ളിൽ സ്വകാര്യം പറയുന്നു. ഒരു മലക്ക് പറഞ്ഞത് മറ്റേ മലക്ക് കേട്ടിട്ടില്ല, മറ്റേ മലക്ക് പറഞ്ഞത് അടുത്ത മലക്ക് കേട്ടിട്ടില്ല. ഓരോരുത്തരും പറയുന്നത് പുതിയതാണ്. മോനെ, ഇയാണ് മരിച്ചു ചെന്നാൽ നിന്റെ ഖബറിൽ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് വിരിപ്പ് കൊണ്ട് വന്ന് വിരിച്ചിട്ടുണ്ട്. മറ്റേ മലക്ക് വന്നിട്ട് പറയുന്നത്, മോനെ, സ്വർഗത്തിലെ തരുണികൾ നിന്നെ കാത്തിരിപ്പുണ്ട്. മോനെ, നീ ഖബറിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ സന്തോഷ വാർത്തകൾ 500 മലക്കുകൾ ഈ മനുഷ്യനെ കേൾപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ദാ ഈ മനുഷ്യന്റെ റൂഹ് അവസാനം അസ്റായിൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് ഊരിയിട്ട്, ശരീരത്തിൽ നിന്ന് ഊരിയിട്ട് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന വെള്ളപ്പട്ടിലേക്ക് എടുത്ത് വെച്ച് അത് പൊതിഞ്ഞിട്ട് അസ്റായിൽ അലൈഹിസ്സലാം ثم يعرج بها إلى السماء, ഭൂമിയിൽ നിന്നും അസ്റായിൽ ആകാശത്തിലേക്ക് പോയി. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയ മലക്കുകൾ പോകുന്നില്ല. അവരിവിടെ തന്നെ നിൽപ്പാണ്. എവിടെ? മരിച്ച മനുഷ്യന്റെ ജനാസക്കരികില്. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുന്നു. അവര് പോകുന്നില്ല. അസ്റായിൽ ആത്മാവും കൊണ്ടുപോയി. അല്ലാഹ് ആകാശത്തിലേക്ക് ഇങ്ങോട്ടെത്തുമ്പോൾ 70,000 മലക്കുകൾ ഈ മനുഷ്യന്റെ ആത്മാവിന് സെക്യൂരിറ്റിയാണ്, സ്വാഗതമരുളുകയാണ്. അസ്റായിലിന്റെ കയ്യിൽ നിന്ന് ആത്മാവ് ആദ്യം വാങ്ങുന്നത് അല്ലാഹുവിന്റെ മലക്കുകളിൽ പ്രധാനിയായ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ, ഇയാൾക്ക് മഗ്ഫിറത്ത് നൽകണേ, ഇയാൾക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന ദിക്ർ ചൊല്ലിയാണ് മലക്കുകൾ ഈ മനുഷ്യന്റെ കൂടെ പോകുന്നത്.
ഓ സഹോദരങ്ങളെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശലോകത്തേക്ക് ഈ മനുഷ്യന്റെ ആത്മാവെത്തുമ്പോൾ മറ്റു ആത്മാക്കൾ വന്നിട്ട് അയാളോട് ചോദിക്കുന്നു, മോനെ എന്താണ് നിന്റെ അവസ്ഥ, എന്താണ് നാട്ടിലെ അവസ്ഥ, ഈ എപ്പോഴേ വന്നത്? ഇവൻ പറയാണ്, എടാ ഞാൻ പോരാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, പെട്ടെന്നാണ് പോരലുണ്ടായത്, എന്റെ ഒരുക്കൊന്നും റെഡിയായിട്ടില്ല, ഞാൻ പെട്ടെന്ന് പോന്നതാണ്. അപ്പൊ ചോദിക്കാണ്, എന്താണ് എന്റെ സുഹൃത്തിന്റെ വിവരം? ആത്മാക്കൾ സംഗമിക്കുന്ന കേന്ദ്രമുണ്ട്, സ്വഹിയായ ഹദീസല്ലേ? മനുഷ്യന്റെ ആത്മാക്കൾ ലോകത്തില്ലേ? മരണപ്പെട്ടവന്റെ റൂഹില്ലേ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ലൈലത്തുൽ ഖദ്റിൽ ആത്മാക്കൾ ഇറങ്ങുമെന്നും ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്നും മറ്റു മനുഷ്യന്റെ ആത്മാക്കൾ ഇറങ്ങുമെന്നും ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? അപ്പോഴാണ് മനുഷ്യന്മാരുടെ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ ചോദിക്കുന്നത്, എന്റെ സുഹൃത്തിന്റെ വിവരമെന്താണ്? സുഹൃത്തിന്റെ വിവരം ചോദിക്കുമ്പോൾ ഇവൻ പറയുകയാണ്, മോനെ ഓന്റെ ഹാലി ഈ പോന്നപ്പള്ള ഹാലല്ല. അല്ലാഹു ഇടക്കിടക്ക് നിൽക്കാനൊക്കെ ഒഴിവാക്കിയിരുന്ന അതിജി പോന്നപ്പോ അത് ശരി തന്നെ. ഞാനും ഓനും കൂടിയ ഭയങ്കര ലോകിയക്കാരായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാ വലടാൻ പോലെ തണ്ടാടി. എത്രയോ ഞങ്ങൾ മീൻ പിടിച്ചെങ്കിൽ ഇപ്പൊ ആ തോട്ടില് ബിലാലുണ്ടോന്നാ ചോദിക്കുന്നത്. ഞാനും ഓനൂടി ആ മീൻ പിടിക്കാൻ പോയിന്. ഇപ്പൊ ആ നായാട്ടൊക്കെ ചങ്ങായി നിർത്തിക്കണങ്ങായി. ഇപ്പൊ പള്ളിക്ക് തന്നെ പോന്. സുബഹിക്ക് ജമാഅത്തിന് 6 ആളുള്ളിയില് ഒരാൾ ബനാ. ഇശാ നിസ്കാരം കഴിഞ്ഞ ഹദ്ദാദിന് 4 ആളുള്ളപ്പോ ഒരാൾ ഈ ചങ്ങായിയാ. ഇവന് വയസ്സ് 28 ആയിട്ടുള്ളൂ, ചെറുപ്പക്കാരനാണ്. ഇവ ഈ പോന്നപ്പുള്ള അവസ്ഥല്ല, ഇവപ്പോ വളരെ ഉഷാറായിട്ടുണ്ട്. അല്ലാഹ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ ഫഅല ഫുലാനുൻ വമാ ഹാലുഹു ഫയഖൂലു ബിഖൈരിൻ തറക്തുഹു വല്ലാഹി അലാ ത്വരീഖത്തിൻ ഹസന ഫയഖൂലൂന യാ റബ്ബനാ അൻത ഹദൈതഹു ലിദാലിക ഫസബ്ബിതുഹു അലൈഹി ഹത്താ തഖ്ബിലഹു. വാനലോകത്ത് വെച്ച് മനുഷ്യന്മാരുടെ മോമിനീങ്ങളുടെ അർവാഹ്, ആത്മാവ് ഭൂമിയിൽ മരിക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി റബ്ബേ അയാളെ ഇങ്ങനെ തന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ, നീ ഈ ഖൈറായ അവസ്ഥയിൽ നീ അയാളെ മരിപ്പിക്കണേ തമ്പുരാനെ. എന്നിട്ട് ഞങ്ങൾക്കും അയാൾക്കും കാണാനുള്ള അവസരമുണ്ടാക്കിത്തരണേ. ആകാശലോകത്ത് വെച്ച് മനുഷ്യന്മാരുടെ അർവാഹുകൾ, ആത്മാക്കൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്നാ പിന്നെ മറ്റേ ചങ്ങായിന്റെ വിവരം എന്താണ്? എനിക്ക് 2 ചങ്ങായിമാരുണ്ട്. അപ്പോഴാണ് ഇവൻ പറഞ്ഞ, ഇയ്യുവാന്റെ വിവരം അറിഞ്ഞിട്ടില്ലേ? ഓൻ കുറച്ച് ദിവസമായി, എടാ ഒരു കൊല്ലായി ഓൻ മരിച്ചിട്ട്. ഞാൻ കണ്ടില്ലല്ലോ ഓൻ. എന്നാൽ ഈ ഇന്നലെ മരിച്ചപ്പോ ഞാൻ എന്നെ കണ്ട, എന്റെ റൂഹിനെ കണ്ട്. 1 വർഷം മുമ്പ് മരണപ്പെട്ടവനെ ഞാൻ കണ്ടില്ല. എന്തായിരുന്നു അവന്റെ ഹാല്? അപ്പോഴാണ് ഇവന്റെ സുഹൃത്ത് പറയുന്നത്, മോനെ അത് പറയാനില്ല, ഖദ് ഹലക, അവൻ നശിച്ചു പോയി, അവൻ തമ്മാടികളെ കൂട്ടത്തിൽ പെട്ടുപോയി, അവൻ ദുർമാർഗികളുടെ വഴിയിൽ നീങ്ങിപ്പോയി. അവന് ധാരാളം സുഹൃത്തുക്കൾ, മതത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടുകാര്, ഇങ്ങനെ ദുഷിച്ച ചെയ്തികളും പ്രവർത്തനങ്ങളിലും മുഴുകി അവൻ മരണപ്പെട്ടത് തന്നെ പറയാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച്, പറയാൻ പാടില്ലാത്ത ലജ്ജിക്കുന്ന സന്ദർഭത്തിലാണ് അവന്റെ മരണം തന്നെ സംഭവിച്ചു പോയത്. അപ്പോഴാണ് ഇവര് പറയുന്നത്, അത് തന്നെ ഞാൻ കാണാഞ്ഞത്. അവന്റെ റൂഹ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടില്ല, അത് 7ാം ഭൂമിയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക്, അടിത്തട്ടിലേക്കാണ് പോയത്. അല്ലാഹ് അവര് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അവൻ ഞങ്ങളുടെ മാർഗം വിട്ടുപോയപ്പോൾ അവൻ നശിച്ചു പോയല്ലോ തമ്പുരാനേ. പ്രിയപ്പെട്ട മിനിങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, മനുഷ്യ ജീവിതം അവസാനിച്ചു, അവൻ സന്തോഷത്തോടെ ജീവിച്ച് നല്ല നടപടിയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചും ദീനിന്റെ നിയമങ്ങൾ അംഗീകരിച്ചും ഭൂമിയിൽ ജീവിച്ചു പോയാൽ അവന് മരണം ബേജാറില്ല, അവന് ഖബർ ബേജാറില്ല, അവന് മഹ്ശറ ബേജാറില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഖബറിൽ അങ്ങോട്ട് ചെന്നാൽ ഖബർ വിശാലമാണ്. ആ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുന്നതോ മുത്തുനബി പഠിപ്പിച്ചു 3 രൂപത്തിലാണ്. മഹ്ശറയിലേക്ക് മനുഷ്യൻ പോകുന്നത് 3 രൂപത്തിലാണ്. കാൽനടയായി പോകുന്ന വിഭാഗമുണ്ട്, വാഹനങ്ങളിൽ കയറി, കുതിരപ്പുറത്ത് കയറി, ഒട്ടകപ്പുറത്ത് കയറി, അവന്റെ ആരാധനകളുടെ ഇബാദത്തുകളുടെ മുകളിൽ കയറിപ്പോകുന്ന സജ്ജനങ്ങളുണ്ട്. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ സഹാബത്തിന് വിശദീകരിച്ചത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാല് രണ്ടും മുകളിലേക്ക്, അവന്റെ തല താഴേക്ക്, എന്നിട്ട് മുഖം ഭൂമിയിൽ വെച്ചുകൊണ്ട് കാലും കൈയും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ദുന്യാവിൽ ജീവിച്ചതിന് നേരെ എതിരായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മഹ്ശറയിലേക്ക് പോകുന്ന വിഭാഗമുണ്ട്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അത് സാധിക്കുമോ? തല താഴെ വെച്ച്, മുഖം താഴെ വെച്ച്, കാൽ മുകളിലേക്ക് ഉയർത്തി വെച്ച് നടക്കാൻ സാധിക്കുമോ നബിയേ? അള്ളാന്റെ ഹബീബ് പറയുന്നു, സഹാബാക്കളെ, ഇത് നമ്മൾ മറ്റേത് കണ്ടത് കൊണ്ടാണ്. കാലുകൊണ്ട് നടക്കാൻ കഴിവ് തന്ന റബ്ബിന്, കാൽ ഭൂമിയിൽ വെച്ച് തല മുകളിലേക്ക് ഉയർത്തി വെച്ച് നടക്കാൻ സാധിപ്പിച്ചു തന്ന റബ്ബിനെ അതും നടത്താൻ സാധിക്കും. അത് പ്രശ്നമുള്ളതല്ല. അല്ലാഹു അത്തരം അദാബിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാൽനടയായി, വാഹനങ്ങളിലായി റബ്ബിന്റെ കോടതിയിലേക്ക് വിചാരണക്ക് പോകുന്ന മുഅ്മിനീങ്ങൾ, വേഗത്തിൽ വളരെ സ്പീഡിൽ യാത്ര പോകുന്ന സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, മദ്യപാനി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? നഊദു ബില്ലാഹ്, പടച്ചവൻ കാക്കട്ടെ. മദ്യപാനി ഖബറിൽ നിന്ന് തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടത്. അള്ളാഹു അവന്റെ തൗബ കബൂൽ ചെയ്തിട്ടില്ല. മദ്യപിച്ച അവസ്ഥയിൽ മാപ്പ് ചെയ്യപ്പെടാതെ, അള്ളാഹു പുറത്തു കൊടുക്കാതെ ഈ തിന്മയിൽ നിലനിന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. പുന്നാര തങ്ങൾ പഠിപ്പിക്കുന്നത്, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവന്റെ കഴുത്തിൽ അള്ളാഹു ഒരു മാല ചാർത്തുന്നുണ്ട്. എന്താണ് ആ മാലയിൽ കോർത്തി വെച്ചിരിക്കുന്ന മണികള്? അതേതാന്നറിയോ? ജീവിതത്തിൽ അവൻ മദ്യപിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളുണ്ട്, കുപ്പികളുണ്ട്, ഗ്ലാസുകളുണ്ട്, പോരാ വലിയ കലങ്ങളും കുടങ്ങളും പാത്രങ്ങളുമുണ്ട്. ഇതെല്ലാം കെട്ടിത്തൂക്കി അവന്റെ കഴുത്തിൽ ചാർത്തപ്പെട്ടുകൊണ്ട് അവൻ റബ്ബിന്റെ കോടതിയിലേക്ക് വിചാരണക്ക് വരും. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാക്കട്ടെ. പാപങ്ങളിൽ വലിയ പാപമാണ് മദ്യപാനം. സർവ തെറ്റിന്റെയും താക്കോലാണ്. മിഫ്താഹു കുല്ലി ശർരിൻ എന്നാണ്, ഉമ്മുൽ ഖബായിസി എന്നാണ്, സർവ പാപങ്ങളുടെയും കേന്ദ്രമെന്നാണ്, ഉമ്മ എന്നാണ്, മാതാവ് എന്നാണ് മദ്യപാനത്തെ പുന്നാര തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുമ്പോൾ
അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ, ഈ കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, പിന്മാറാതെ ജീവിച്ചു പോയാൽ അവന്റെ കഴുത്തിൽ ഈ പാത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പോകുമെന്നാണ്. അള്ളാഹു തൗബ ചെയ്യാൻ സർവ സത്യവിശ്വാസികൾക്കും വിശാലമായ മനസ്സ് നൽകട്ടെ. അത്തരം കുറ്റകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിനെ തൊട്ടും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ സഹോദരങ്ങളും ചെന്നുപോയി വീഴുന്നതിനെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മഹ്ശറിലേക്ക് വരൽ എങ്ങനെയാണ്? വഞ്ചിച്ച സാധനമുണ്ടോ അത് കഴുത്തിലിട്ടാണ് വരുന്നത്. ഞാൻ ഒരാളെ പൊന്ന് കെട്ടിട്ടുണ്ട്, എന്നാ ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ ആ പൊന്നും കഴുത്തിൽ തൂക്കിയിട്ടാണ് വരുന്നത്. ആരൊക്കെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ടോ, ആരെ ഭൂമിയാണ് ഞാൻ കവർന്നെടുത്തത്, ആരാതിരാണ് ഞാൻ കവർന്നെടുത്തത്, എന്റെ ഭൂമിയുടെ അതിര് ഞാൻ മെല്ലെ മെല്ലെ നീക്കി കൊണ്ടുവന്നതാണ്. ഇവനെപ്പോലെ വൃത്തിവെട്ടവൻ അല്ലാഹുവിന്റെ ദുനിയാവിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാളിൽ 10 രൂപത്തിലാണ് ജനങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. കേൾക്കണേ നിങ്ങൾ ഹദീസ്. എങ്ങനെ? റസൂലുള്ളാഹിനോട് ഇബ്നു അനസ് മുആദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറുകാലത്തിൽ ഊതിയാൽ കൂട്ടം കൂട്ടമായിട്ട് നിങ്ങൾ മഹ്ശറിയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ മുആദ് തങ്ങൾ ചോദിക്കുന്നു, നബിയെ ഇതിന്റെ വിശദീകരണം എന്താണ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, 10 രൂപത്തിലാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക്, മഹ്ശറയിലേക്ക്, ഖബറിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്. കരഞ്ഞുകൊണ്ടാണ് നബിതങ്ങൾ ഇത് വിശദീകരിച്ചത്. ഒരു വിഭാഗം പന്നിയുടെ കോലത്തിൽ വരുന്നുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, വഞ്ചിച്ച സാധനം കഴുത്തിലിട്ട് വരും. ഇത് ഖുർആൻ പറഞ്ഞു, മക്കളെ പറ്റിക്കരുത്, ഭൂമിയുടെ അതിര് നീക്കരുത്. ഒരു ചാൺ ഭൂമി മറ്റൊരാളുടേത് ഞാൻ തട്ടിപ്പ് നടത്തി വെട്ടിയെടുത്താൽ, വെട്ടിപ്പ് നടത്തി കവർന്നെടുത്താൽ എന്റെ കഴുത്തിൽ ഖബറിൽ തന്നെ ആ ഭൂമിയെ അള്ളാഹു മാലയാക്കി എന്നെ ശിക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ദുന്യാവാണ്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ അള്ളാഹു ഒരു കാലം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അത് കിട്ടിയതിന്റെ പേരിൽ ആരോഗ്യം ഒരിക്കലും കൂടില്ല, എനിക്ക് സമ്പത്തൊരിക്കലും ഉണ്ടാകില്ല, ഞാൻ ഐശ്വര്യവാനായി ജീവിക്കില്ല, ഉള്ള ഐശ്വര്യം പൊളിഞ്ഞു പോകും. അള്ളാഹു രോഗം തന്നുകൊണ്ട് എന്നെ പരീക്ഷിക്കും. ജനങ്ങൾക്ക് വെറുക്കുന്ന മാരകമായ രോഗങ്ങൾ വരെ ഇത്തരം ദുശ്ചൈതികൾ മനുഷ്യനിൽ നിന്ന് വന്നാൽ ഉണ്ടാകുമെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുന്നാര തങ്ങൾ പറയുന്നു, പന്നിയുടെ രൂപത്തിലായി മനുഷ്യനാണ് വരുന്നത്. എല്ലാം മനുഷ്യന്റെ ഭാഗം, പക്ഷേ മുഖം നോക്കുമ്പോ പന്നിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടം വരുന്നത് കുരങ്ങിന്റെ കോലത്തിലാണ്. കൈകാലുകളൊക്കെ മനുഷ്യന്റേതാണെങ്കിലും മുഖം നോക്കുമ്പോൾ അത് കുരങ്ങിന്റെ കോലത്തിലാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ള പഠിപ്പിക്കുന്നു, നേരത്തെ പറഞ്ഞ കൈകാലുകൾ മുകളിലേക്ക്, തലഭാഗം താഴേക്ക് വെച്ച് പോകുന്ന ഒരു വിഭാഗം, ഇത് മഹ്ശറിലേക്ക് പോകുന്ന രംഗമാണ്. എന്നിട്ട് പിന്നെ നബിതങ്ങൾ പറയുന്നു, കണ്ണ് കാണാത്ത മനുഷ്യന്മാരുണ്ട്. മരിച്ചപ്പോ കണ്ണുണ്ടായിരുന്നു, ഖബറിൽ ഒന്ന് എഴുന്നേറ്റപ്പോ കണ്ണ് കാണുന്നില്ല. ഞാൻ ഇക്കൊല്ലം ഹജ്ജ് കഴിഞ്ഞ് വേങ്ങര വന്നപ്പോ ഒരു പുതിയ വിവരം കേട്ട്, വേങ്ങനടുത്ത് കച്ചേരിപ്പടി എന്ന് പറയുന്ന പള്ളിപ്പറമ്പിൽ 18 കൊല്ലമായി ഒരു സഹോദരൻ മരണപ്പെട്ടിട്ട്. അയാൾ സാധാരണക്കാരനാണ്. അങ്ങനെ അയാളെ മകൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നാട്ടിലെ ഒരാൾ ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ പോകുമ്പോ ഖബർ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഖബർ ഇടിഞ്ഞു പോയപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന മകനോട് ഈ കാരണവര് പറഞ്ഞു, മോനെ എന്റെ വാപ്പാന്റെ ഖബറല്ലേ അത്? അതെ.
എന്നാൽ ഈ കണ്ടിട്ടുണ്ടോ? ആ ഖബറിന്റെ അപ്പുറത്ത് ഒന്നായി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് നേരെയാക്കണം. ഖബറ് മാന്തണയിന് കല്ലെടുക്കണം, പേടിയാകുക. അപ്പൊ ഖബറ് മാന്തുന്ന കുത്തുന്ന ആള് പറഞ്ഞു, എനിക്ക് പേടിയാവും, ആരെങ്കിലും ഒരാൾ ഒപ്പം നിന്ന് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്മിറ്റിക്കാരും അറിയാതെ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ ഖബറ് മാന്തത്. മാന്തി നോക്കിയപ്പോ എന്താണെന്നറിയ നിങ്ങള്? മയ്യത്തിന്റെ ശരീരത്തിൽ കെട്ടിയ ഒരു കയറ് പോലും അഴിഞ്ഞിട്ടില്ല, തുണി പോയിട്ടില്ല. കാറ്റ് മയ്യത്ത് എടുത്തിട്ട് പുറത്തേക്കാണ് വെക്കുകയാണ്. എന്നിട്ട് ഖബറ് നേരാക്കി അടിയിൽ പടുത്തിട്ട് മയ്യത്തേക്കാണ് വെക്കുകയാണ്. നമ്മൾ നാളെ ഒരു സാഹിബിന്റെ മയ്യത്ത് കണ്ടിരുന്നു നെറ്റിലൊക്കെ, വേങ്ങര ഉണ്ടായതാ. ഞാൻ ദൃക്സാക്ഷിയാണ്. മയ്യത്ത് അവിടുത്തെ ഇവർക്ക് പേടിയായിപ്പോയി. കാറ്റും കൊണ്ട് അടിച്ചപ്പോ ഈ ഇവിടെ ഉള്ള ഇത് കഴിച്ചു അയച്ചിട്ടാണ് മയ്യത്ത് വെക്കുക. അതാണ് പാറിയപ്പോ മുപ്പര തല കണ്ടു. കഷണ്ടിയ മുപ്പര് മരിച്ചപ്പോഴേ കഷണ്ടിയ അതുവരെ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്താ ഇയാൾ അമല് ചെയ്തത്? ഇയാൾ അമല് കാര്യമായി ചെയ്തു ആൾക്കാർക്കും അറിയില്ല. എല്ലാ വഖത്ത് നിസ്കാരത്തിനും ഇയാൾ പള്ളിയിലുണ്ടാകുമെന്നൊരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മൂമിനായ മനുഷ്യൻ പള്ളിയിൽ ജമാഅത്തിൽ വരുന്നത് കണ്ടാ നബി തങ്ങൾ പറഞ്ഞു, ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് നിങ്ങൾ ഈമാൻ കൊണ്ട് സാക്ഷി നിൽക്കണട്ടോ സഹാബാക്കളെ. നിസ്കാരത്തിന്റെ പ്രാധാന്യമാണത്. പള്ളിയിൽ ചെന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു, കൃത്യം ജമാഅത്തിന് പോകുന്നത് കണ്ടാൽ നിങ്ങൾ അയാൾക്ക് സാക്ഷി നിൽക്കണം, അയാൾ ഒരു മൂമിനായ മനുഷ്യനാണ്. ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. ഇത് ഉണ്ടായ അനുഭവമാണ്. ഇത് ബഗ്ദാദിലെയോ മക്കയിലെയോ മദീനയിലെയോ സംഭവമല്ല. നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ തന്നെ പുനർനിർമ്മാണം നടക്കുമ്പോഴൊക്കെ ഖബറ് മാന്തിയപ്പോ ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് മൂമിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മരണപ്പെട്ടപ്പോ കണ്ണിന് തകരാറില്ലാത്തവൻ ഇപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. വേറെ ഒരു വിഭാഗത്തിന് ചെവി കേൾക്കുന്നില്ല, മിണ്ടാൻ കഴിയണില്ല. മറ്റൊരു കൂട്ടക്കാരോ നാവ് ഇങ്ങനെ ചവക്കാണ്, നാവ് ഇങ്ങനെ കടിക്കാണ്. എന്നിട്ട് നാവ് നെഞ്ചിലേക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നു. മുതലാത്തന്നലാ സുദൂരിഹിം യസീലുൽ ഖൈഹു മിൻ അഫ്വാഹിഹിം യതഖദ്ദറുഹും അഹ്ലുൽ ജംഇ. എല്ലാ ജനങ്ങളും ഇയാളുടെ ഇത് കണ്ടിട്ട് ഇങ്ങനെ മ്ലേച്ഛമായിട്ട് നാവ് നെഞ്ചിക്ക് തൂങ്ങിക്കാണ് മനുഷ്യന്റെ നാവ്. എന്നിട്ട് ആ നാവ് അയാളിങ്ങനെ കടിക്കാണ്. എന്നിട്ട് നാവിലൂടെ ചലം അയാളുടെ ശരീരത്തിലേക്ക് ഉറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോ ജനങ്ങൾക്ക് വല്ലാത്ത വെറുപ്പ് പ്രകടമാകുന്നു. ഇത് എപ്പോഴുള്ള രംഗാണ്? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് പോകുന്ന സമയത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുആദ് തങ്ങൾ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ, ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വന്ന് ഭൂമിയിൽ നിന്ന് ജനങ്ങളൊക്കെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പുറപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. നാവ് നെഞ്ചിലേക്ക് താഴേക്കിറങ്ങി കടിച്ച് ചലമൊലിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു കൂട്ടക്കാര് കയ്യും കാലുമൊക്കെ മുറിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. എന്നിട്ട് പുന്നാര തങ്ങൾ പിന്നെ പറയുന്നത് തീയിന്റെ മട്ടലിൽ, തീയിന്റെ വലിയ കുന്തത്തിൽ നാട്ടപ്പെട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നിർത്തിയില്ല. ചത്തുപോയ ശവങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും വൃത്തികെട്ട വാസന. ചില മനുഷ്യന്മാര് പോകുമ്പോൾ അശദ്ദുനത്നൻ മിനൽ ജീബ്, ചത്ത ശരീരത്തിൽ നിന്ന്, ചീഞ്ഞളിഞ്ഞ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് അടിച്ച് വീശുന്ന ദുർഗന്ധം വമിക്കുന്ന ചില ശരീരങ്ങളുണ്ട്. എല്ലാവരും മൂക്കിങ്ങനെ പൊത്തിപ്പിടിക്കുന്ന ഇവര് പോകുമ്പോൾ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനേ. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു കൂട്ടക്കാർക്ക് അല്ലാഹു തആല ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഖബറിൽ നിന്ന് പോകുമ്പോൾ ഒരു കുപ്പായം,
ആ കുപ്പായം തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്നതാണ്. ആ കുപ്പായം ഏത് തുണിയാണ്? വെയിൽ കൊണ്ടാൽ പതക്കുന്ന സാധനമാണ്, ഉരുകുന്ന സാധനമാണ്. അതുകൊണ്ടാണ് അള്ളാഹു കുപ്പായം കൊടുത്ത് അവരെ ശരീരത്തിലിട്ടിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ മുആദ് തങ്ങളോട് പറയുന്നു, മുആദേ, കൊരങ്ങിന്റെ കോലത്തിലേക്ക് മഹ്ശറിലേക്ക് വരുന്ന വിഭാഗം മനുഷ്യനാരാണ്? അത് നാട്ടിൽ നമീമത്തുമായി നടന്നവനാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നമീമത്തുകാരന് സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് അവിടെ, അവിടെ പറഞ്ഞത് ഇവിടെ. ഇങ്ങനെ പരസ്പരം ജനങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാനും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും ജനങ്ങളെ അകറ്റി നിർത്താനും പരിശ്രമിക്കുന്ന നമ്മാമ്, ഏഷണിക്കാരൻ, നമീമത്തുകാരൻ. ഉമ്മമാരെ, ഓ സഹോദരങ്ങളെ, ഖബറിൽ നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ രൂപം തന്നെ അല്ലാഹു മാറ്റിമറിച്ചിരിക്കുന്നു. അവന് കുരങ്ങിന്റെ രൂപാകൃതി കൊടുത്തിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ എന്നാ പന്നിന്റെ കോലത്തിൽ പോകുന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, ഹറാം ചെയ്തവനാണ്, വ്യഭിചരിച്ചവനാണ്, അഹ്ലുസ്സുഹ്തി വൽ ഹറാം, തമ്മാടിത്തരം ചെയ്തവനാണ്. ഹറാം ചെയ്യുന്നതിന് അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, പുല്ല് വില പോലും കൽപ്പിക്കാതെ, ജനങ്ങളെ ധിക്കരിച്ചുകൊണ്ട്, ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട്, എന്താ ചെയ്താൽ എന്ന മനോഭാവത്തോടെ അതിനെ വളരെ ലളിതമായി കണ്ടുകൊണ്ട് വ്യഭിചരിച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഭൂമി കുലുങ്ങുന്നത് എപ്പോഴാണ്? ലൂത്ത് നബി ജീവിച്ച കാലത്ത് ഒരു രാജ്യത്തെ അല്ലാഹു പത്തിരി മറിച്ചിടുന്നത് പോലെ, റൊട്ടി മറിച്ചിടുന്നത് പോലെ, ചട്ടിയിൽ നിന്ന് പത്തിരി മറിച്ചിടുന്നത് പോലെ ഒരു ഗ്രാമത്തെ അല്ലാഹു മറിച്ചിട്ടത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചില്ലേ? മനുഷ്യന്റെ അതിക്രമങ്ങൾ അതിരി വിടുമ്പോഴാണ്, അവന്റെ തമ്മാടിത്തരങ്ങൾ പരിധി വിടുമ്പോഴാണ് അല്ലാഹു ലോകത്ത് നാശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് ഖുർആൻ പറയുകയാണ്. എവിടെ? കുടിച്ച കള്ളിന്റെ കുപ്പി താഴെ വെക്കാൻ സമയമില്ല. പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, കോഴിക്കോട്, ഈ പരിസരങ്ങളൊക്കെ നിങ്ങൾ പോയി നോക്കണം. നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാനുണ്ടാകും. കുടിച്ച മദ്യത്തിന്റെ കുപ്പി താഴെ വെക്കാൻ സമയമില്ല. 5 മിനിറ്റ് പോലും കാത്തിരിക്കാൻ നേരമില്ല. കുടിച്ച പാത്രം ഉണങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് മറ്റേത് കുടിക്കുകയാണ്. ഇതല്ലേ വർത്തമാനകാലത്തിന്റെ ചരിത്രമെങ്കിൽ അപ്പോഴല്ലേ പുന്നാര തങ്ങൾ നിങ്ങൾ ചുവന്ന കാറ്റ് പ്രതീക്ഷിച്ചോ? അള്ളാഹുവിന്റെ അദാബ് നിങ്ങൾ കാത്തു കഴിഞ്ഞോ? ഇതാണ് റസൂലുള്ള പറയുന്നത്, ഇത്തരക്കാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവന്റെ കോലം പന്നിയുടെ കോലമാണ്. ഹറാമായ സംഗതി ചെയ്തവരാണ്, വ്യഭിചാരം ചെയ്തവരാണ്, അഹ്ലുസ്സുഹ്തി വൽ ഹറാം, ഹറാം ചെയ്തവർക്കാണ് ഇത്തരം അവസ്ഥ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ കേട്ടു 3 രൂപത്തിലാണ് മഹ്ശറയിലേക്ക്, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ പോകുന്നത്. അതില് തല താഴേക്കും കൈകാലുകൾ മുകളിലേക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗത്തെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നത് അതാരാന്നറിയോ? സുബ്ഹാനല്ലാഹ്, പലിശ തിന്നുന്നവനാണ്, ആക്കിലു റിബയാണ്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. ഖുർആൻ പറഞ്ഞതാണ്,
പലിശ വാങ്ങി തിന്നവൻ, അല്ലദീന യഅ്കുലൂന റിബ, വൻദോഷമാണ്, മഹാവിപത്താണ്. അല്ലാഹു കാക്കട്ടെ. പലിശ വാങ്ങി തിന്നല്, പലിശയുടെ ഇടപാട് ചെയ്യല്, ഈ പലിശ തിന്നവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അവൻ ആടി ഉലയുകയാണ്. പിശാച് തൊട്ടതുപോലെ, പിശാചിന്റെ രോഗം ബാധിച്ചതുപോലെ അവരെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. അവർ ഭൂമിയിൽ നടക്കുമ്പോ മുഖം ഉരതിക്കൊണ്ടാണ് റബ്ബിന്റെ മുന്നിലേക്ക് യാത്ര ചെയ്യുന്നത്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. എന്നിട്ട് പുന്നാര തങ്ങൾ വിശദീകരിക്കുകയാണ്. ആരാണ് സ്വഹാബത്തെ? മുആദേ, കണ്ണ് കാണാത്തോന് നിങ്ങൾക്കറിയോ? മരിച്ചപ്പോ കണ്ണ് കണ്ടിരുന്നു, എന്നാ ആഖിറത്തിൽ വന്നപ്പോ കണ്ണില്ല. ആരാണവൻ? ഇവൻ വിധി പറഞ്ഞപ്പോൾ അക്രമമായി വിധി പറഞ്ഞവനാണ്. നിഷ്പക്ഷമായി വിധി പറയുന്നതിന് ഏകപക്ഷീയമായി വിധി പറഞ്ഞവനാണ്. തോന്നിവാസം ചെയ്തവനാണ്. വിധിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് അനുകൂലമായി വിധിച്ചവനാണ്. യഥാർത്ഥത്തിൽ സത്യം മറുഭാഗത്താണ്. എൻ്റെ കൂട്ടുകാരൻ്റെ എതിരാളിക്കാണ് ഞാൻ അനുകൂലമായി വിധിക്കേണ്ടതെങ്കിലും ഞാൻ വിധി പറഞ്ഞപ്പോൾ, തീരുമാനം പറഞ്ഞപ്പോൾ, തീരുമാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് സത്യസന്ധതയ്ക്ക് പകരം അസത്യമായി ഞാൻ വിധിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന് കണ്ണുണ്ടാകുന്നതല്ല. ലോകം ചിന്തിക്കണത്, വിധി പറയുന്ന വിധികർത്താക്കള് ആരൊക്കെയാണോ ലോകത്ത് വിധി പറയുന്നവര്? വിധി പറയുന്നതിന് ജഡ്ജിയൊന്നും ആകണ്ട, കോടതിയിലൊന്നും പോകണ്ട, മദ്യം പറയാ. നമ്മള് ഭൂമിന്റെ പ്രശ്ന, നിങ്ങളടുത്ത് വന്നു, നിങ്ങളെ മറ്റാള് സ്വാധീനിച്ചു, നിങ്ങളെ പാർട്ടിയാ അല്ലെങ്കിൽ മറ്റോന്റെ പാർട്ടിയാ, അജരെ നമ്മിങ്ങനെ സംഘമുണ്ട്, ആ പിലാവ് അത് എങ്ങനെയെങ്കിലും നമ്മളിത് കാക്കി തരണം. നിങ്ങള് നേർക്ക് അളക്കാച്ചെങ്കിൽ അത് ഓനാ കിട്ടുക. അതുകൊണ്ട് അവിടെ ഒന്ന് വളച്ചു കുടിച്ചണം നിങ്ങൾ. ആ മീറ്റർ ₹1,00,000 സാധനമാണ്, തേക്ക് അല്ലെങ്കിൽ പിലാവ്, തെങ്ങ്, അത് ഇങ്ങനെ കുടിച്ചണം എന്നാണ്ട്. അപ്പൊ അജര അത് സാരമില്ല, വിറ്റിട്ട് എനിക്കൊരു 15,000 തന്നാൽ മതി, അത് നമുക്ക് ശരിയാക്കാം ആണോ. ഇതൊരു മസലൻ ഉദാഹരണ. കാര്യലാഭത്തിന് വേണ്ടി നീതിയെ വിട്ടുകൊണ്ട്, സത്യത്തെ വിട്ടുകൊണ്ട് ഒരു വിധി പറഞ്ഞാൽ കാരണന്മാരുണ്ടാവും കൂട്ടത്തില്. നമ്മൾ നേരായിട്ടേ സംഗതി പറയാവൂ. എൻ്റെ മോന് അനുകൂലാകട്ടെ പ്രതികൂലാകട്ടെ, എനിക്ക് അനുകൂലാകട്ടെ പ്രതികൂലാകട്ടെ, സത്യം പറയാവൂ. അല്ലെങ്കിൽ ആഖിറത്തിൽ വരുമ്പോ കണ്ണുണ്ടാവൂല. എന്നാൽ ചെവി കേൾക്കാത്തവൻ, നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവൻ, അതാരാണെന്ന് റസൂലുള്ള വിശദീകരിക്കുകയാണ്. അവന്റെ സ്വന്തം അമലിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക. റസൂലുള്ള പറയാണ്, നിങ്ങളെ അമല്, മനുഷ്യന്റെ നല്ല അമല് ഒരിക്കലും കാണാൻ പാടില്ല എന്നാ. എന്റെ ഹസനാത്ത് ഓർക്കുന്നതിനു പകരം നിന്റെ ജീവിതത്തിലെ സയ്യാത്താണ് നീ ഓർക്കേണ്ടത്. മുത്തനബിന്റെ ഉപദേശമാണ്. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ നിക്കരിച്ചെന്ന് വയല് കേട്ട് നിക്കറല്ലി, സലാത്തല്ലി, എന്തൊക്കെയപ്പം ചെയ്ത് ആ യത്തീംകുട്ടിന്റെ കല്യാണത്തിന് കൊടുത്ത്, മറ്റവന്റെ കല്യാണത്തിന് ആ പെരക്ക്, ഇതിനു വേണ്ടി ഇന്ന് 24 മണിക്കൂർ ഇന്ന് ഭയങ്കര ഇബാദത്ത് തന്നെ. അങ്ങനെയല്ല ഈ ആലോചിക്കണ്ട്. പടച്ചോനെ, ഇതൊക്കെ അല്ലാഹ് കബൂലാക്കിയുള്ളൂ. എൻ്റെ ജീവിതം 10-35 കൊല്ലം കഴിഞ്ഞ്, ഇനിയിപ്പോൾ എത്ര കൊല്ലം എനിക്കുള്ളത്? ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, സമ്പാദിച്ചില്ലല്ലോ. അതേ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സൽക്രമം അത് ജനങ്ങളോട് പറയുകയും അതിന്റെ പേരിൽ ഇയാൾ പെരുമ കൊള്ളുകയും ചെയ്താൽ ഉജ്ബ് എന്നാണ് അതിന് പറയാ. ഉൾനാട്യം. ഞാനൊരു വലിയ ആളാണ്, ഞാൻ എല്ലാം കൊണ്ട് തികഞ്ഞ ആളാണ്, എനിക്കൊരു കുറവുമില്ല, ഒരു ന്യൂനതയില്ല, എന്നെപ്പോലെ നല്ല മനുഷ്യൻ ഈ മഹല്ലിലില്ല, ഈ ഗ്രാമത്തിലില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവർക്ക് മിണ്ടാൻ കഴിയൂല എന്നാ റസൂലുള്ളാഹി തങ്ങൾ പറയണത്. ചെവി വെക്കൂല എന്നാ പുന്നാര തങ്ങൾ പഠിപ്പിക്കുന്നത്.
എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മുഅ്മിനീങ്ങളെ, നാവ് കടിക്കുന്ന വിഭാഗം, ഇത് പറയാൻ പേടിയുണ്ട്, നാവ് നെഞ്ചിലേക്ക് തൂക്കി വെച്ച് ആ നാവ് പല്ലുകൊണ്ട് കടിച്ച് നാവിൽ നിന്ന് ചലങ്ങൾ ഒഴുകി പരിസരത്തേക്ക് പോലും അതിന്റെ നാറ്റം വന്ന് ഇത് കാണുമ്പോഴേക്ക് ജനങ്ങൾക്ക് വെറുപ്പ് പ്രകടമായി, അറപ്പ് പ്രകടമായി. ഈ അവസ്ഥയിൽ പോകുന്നതാരാണ്? അല്ലാഹ് ദുന്യാവിന് വേണ്ടി ദീന് വിൽക്കുന്നവനാണ്. വാക്കും പ്രവൃത്തിയും വൈരുദ്ധ്യമാണ്. പറയുന്നതൊന്നാണ്, പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. ജനങ്ങളോട് നല്ലത് പറയുന്നവനാണ്, ജനങ്ങളോട് ഉപദേശം ചെയ്യുന്നവനാണ്, ദീനിൽ വിവരമുള്ള പണ്ഡിതനാണ്. പക്ഷേ അയാളെ ജീവിതത്തിൽ പാണ്ഡിത്യം കാണുന്നില്ല. ഈ പാണ്ഡിത്യത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഫലങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. ഇങ്ങനെ വാക്കും പ്രവൃത്തിയും വൈരുദ്ധ്യമായി ജീവിക്കുന്നവൻ, ദുന്യാവിന് വേണ്ടി ജീവിക്കുന്നവൻ, ദുന്യാവിന് വേണ്ടി ഫത്വ പറയുന്നവൻ, ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്നവൻ, ഖുർആൻ വിറ്റ് ജീവിക്കുന്നവൻ, മഹാന്മാരായ അമ്പിയാക്കന്മാരെ പരിഹസിച്ച്, ഔലിയാക്കന്മാരെ പരിഹസിച്ച്, സ്വാലിഹീങ്ങളെ പരിഹസിച്ച് ഇതാണ് ഇൽമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ദുന്യാവിന്റെ വക്താക്കൾ. അല്ലാഹ് എത്രയാണ് നാവുകൊണ്ട് ചീത്ത പറഞ്ഞത്, ആരെയാണ് ഗീബത്ത് പറഞ്ഞത്, ആരെക്കുറിച്ചാണ് തെറി പറഞ്ഞത്, ഏത് മുഅ്മിനാണ് ഞാനില്ലാത്തത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നെഞ്ചോളം വലിപ്പത്തിൽ അവന്റെ തൊള്ളയിലെ നാവ് പുറത്തേക്ക് നീണ്ടുകിടക്കും. എന്നിട്ട് ആ നാവ് കടിച്ചറുക്കും. ആ നാവിൽ നിന്ന് ചലം താഴേക്ക് പൊട്ടിവരും. ഇത് കാണുമ്പോ ജനങ്ങളൊക്കെ അറപ്പുള്ളവരായിത്തീരും. പടച്ചവനെ, നീ ഞങ്ങളെ ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഞങ്ങളെ ഉലമാക്കളെയും ഉഖറവിയായ ഉലമാക്കളിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. കോലം കെട്ടി ജീവിച്ചു ഞങ്ങൾ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെട്ടു പോയാൽ ഞങ്ങൾ ഏറ്റവും വലിയ പരാജിതരാണ്. നിന്റെ അദാബിനെ തൊട്ടും ഇഖാബിനെ തൊട്ടും നീ ഞങ്ങളെ നിന്റെ കൃപ കൊണ്ട് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്നാ കൈകാൽ മുറിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അൽ മുഖത്തഅതു, മുറിക്കപ്പെട്ടവർ, കയ്യും കാലും മുറിക്കപ്പെട്ട വിഭാഗം ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് യുദൂനൽ ജീറാൻ, അയൽവാസികളെ ദ്രോഹിക്കുന്നവനാണ്, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്. എന്നും അയൽവാസിക്ക് ഇയാള് ഭീഷണിയാണ്, വെല്ലുവിളിയാണ്, ഇയാളോടെപ്പോഴും പരുഷമായി സംസാരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ അയൽവാസിയോട് നീ മാന്യമായി കൃപയോടെയാണ് പെരുമാറേണ്ടത്. അക്രിം ജാറക്ക വലൗ കാന കാഫിറ, സത്യനിഷേധിയാണെങ്കിൽ പോലും. പുന്നാരതങ്ങൾ പറഞ്ഞില്ലേ, മാതാവും പിതാവും അവർ മുഅ്മിനല്ലെങ്കിൽ പോലും അവർക്ക് നീ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കൽ ഒരു മുസ്ലിമിന് ഫറളാൻ. ഖാല റസൂലുള്ളാഹി, മഹാനായ റസൂലുള്ള പറയുന്നു, നിന്റെ അയൽവാസിയെ നീ ദ്രോഹിക്കരുത്, അവരെ നീ വേദനിപ്പിക്കരുത്, അവരെ നീ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ നിന്റെ കയ്യും കാലും മുറിച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിലേക്ക് കയറലില്ല, അടുത്ത വീട്ടുകാരോട് മിണ്ടലില്ല, നമ്മളെ വീട്ടിലെ വിരുന്നിന് അവരെ വിളിക്കലില്ല, അപ്പുറത്തെ വീട്ടിലെ പാർട്ടിക്ക് നമ്മളെ വിളിക്കലില്ല. അകലങ്ങളിൽ നിന്ന് വരുമ്പോൾ അടുത്തുള്ളവർ അകന്നിരിക്കുകയാണ്, മനുഷ്യന്റെ മനസ്സകന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പാടില്ല മോനെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അയൽവാസിന്റെ ശറഫ് കേട്ടപ്പോൾ പൂർവകാലത്ത് അയൽവാസി മരിച്ചാൽ
അപ്പുറത്തെ വീട്ടുകാരന് സ്വത്താവകാശമുണ്ടായിരുന്നു. അത്രയും വലിയ ബന്ധമാണ് അയൽവാസിയും തമ്മില്. ബാപ്പ മരിച്ച മക്കൾക്ക് സ്വത്ത് കിട്ടുന്നത് പോലെ അയൽവാസി മരണപ്പെട്ടാൽ ഈ മരണപ്പെട്ടവന്റെ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം അപ്പുറത്തെ വീട്ടുകാരന്. എത്ര ആകട്ടെ, എന്നാലും അതിന്റെ ബന്ധമത്രയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ബന്ധമുണ്ടാകണമെന്ന് പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിലെ ആളുകൾ അടുത്ത വീട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നത് അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്തതാണ്. ഇവർ വരുന്നത് കൈകാൽ മുറിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ശവം പോലെ ചീഞ്ഞ് മണക്കുന്ന വിഭാഗമാരാണ് الذين يتمتعون بالشهوات واللذات. റസൂലുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുന്നു, പോകുമ്പോൾ വല്ലാത്ത മണം, ചീഞ്ഞ മണം. ആരാണ് ഈ കൂട്ടക്കാര്? സഹോദരങ്ങളെ, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് എല്ലാ ശഹവാത്തുകളും അവന്റെ ശരീരം ആഗ്രഹിച്ചത് മുഴുവനും എന്താണോ ഇപ്പൊ തോന്നുന്നത് അത് ചെയ്യാണ്. എല്ലാ രസങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അതിന് മതത്തിന്റെ നിയമങ്ങൾ നോക്കുന്നില്ല. ഇപ്പൊ ഉദ്ദേശിച്ചത് മുഴുവനും, ഇപ്പൊ ആഗ്രഹിച്ചത് മുഴുവനും, അത് മദ്യമാകട്ടെ, അത് പെണ്ണാകട്ടെ, അത് വേറെ വല്ലതും ആകട്ടെ, അത് പലിശയാകട്ടെ, അത് ഔറത്ത് കാണിക്കലാകട്ടെ, അവന്റെ സഹവാത്തുകളും അവന്റെ ലദ്ദാഹത്തുകളും ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുത്താതെ എല്ലാ ഇച്ഛകളും എല്ലാ ആഗ്രഹങ്ങളും എടുത്ത് ജീവിച്ചാൽ അവന്റെ ശരീരത്തിന് നാറുന്ന മണമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ദാറുകൊണ്ട് കുപ്പായം അണിയിക്കുന്നവൻ ആരാണ്? ദാറുകൊണ്ട് കുപ്പായം, ആ കുപ്പായം ധരിച്ച് ശരീരം മുഴുവനും പൊള്ളിപ്പോയി. ആരാണ് ഇവര്? മുത്തുനബി പഠിപ്പിക്കുന്നു, അത് അഹങ്കാരിയാണ്. അഹ്ലുൽ കിബ്രി വൽ ഫഖ്രി, ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും വാക്താക്കളാണ്. ഇബ്ലീസിന് പറ്റിയ രോഗാണ് കിബ്ർ എന്നത്. ജനങ്ങളെ മുഴുവനും നിസ്സാരപ്പെടുത്തുക, ഞാൻ മാത്രം തികഞ്ഞവനാവുക, ഹക്കിനെ കണ്ണടച്ച് എതിർക്കുക, നിഷേധിക്കുക, ഇതാണ് കിബർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ അഹങ്കാരവും അഹന്തയും കിബറും ശരീരത്തിലും മനസ്സിലും ഉണ്ടായാൽ റബ്ബേ നഊദു ബില്ലാഹ് ലഭിക്കുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത് കഠോരമാണ്, അതിഗൗരവമാണ്. പൊള്ളുന്ന കുപ്പായം, ശരീരം പൊള്ളിപ്പോകുന്ന വസ്ത്രം, താറുകൊണ്ടുണ്ടാക്കിയ പ്രത്യേകമായ ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് റബ്ബിന്റെ മുന്നിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരിക. എന്നാ റസൂലുള്ളാഹി പറയുന്നു, ബേജാറില്ല അങ്ങക്ക്, മഹ്ശറയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സന്തോഷമുള്ള വിഭാഗമുണ്ട്. ആരാണ് സന്തോഷമുള്ളവൻ? റസൂലുള്ളാഹി പറയുന്നു, ഒരു ബുദ്ധിമുട്ടും ഓനല്ല കൊടുക്കുന്നില്ല. ആരാണത്? മന്നശ്ബഅ ജാഇഅ, വിശന്നവന് അവന്റെ വിശപ്പ് തീർക്കാൻ പരിശ്രമിച്ചു, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തു, ഒരു യാത്രക്കാരനെ സഹായിച്ചു കൊടുത്തു. ദുനിയാവില് നമ്മളെ നാട്ടിലില്ലേ വസ്ത്രമില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരുപാട് അഗതികളുണ്ട്, അനാഥകളുണ്ട്, പാവങ്ങളുണ്ട്, നിരാലംബരായ കുടുംബങ്ങളുണ്ട്. അവരെ ദത്തെടുക്കാൻ, ഏറ്റെടുക്കാൻ തയ്യാറായ എൻ്റെ ജീവിതത്തില് ഞാനൊരു പാവപ്പെട്ടവന് വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ഒരു നല്ല കുപ്പായം കൊടുത്തിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 6 ദിർഹമും കയ്യിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ് അങ്ങാടിക്ക് ഒരു കുപ്പായം വാങ്ങാൻ, ഒരു ഖമീസ് വാങ്ങാൻ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കരയുന്ന കാഴ്ച കണ്ടത്. നബി തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ കരയുന്നു? അള്ളാഹിന്റെ റസൂലിനോട് ആ പെണ്ണ് പറയാണ്, നബിയെ, ഞാനൊരു വീട്ടിൽ പണിയെടുക്കുന്ന വേലക്കാരിയായ പെൺകുട്ടിയാണ്. എൻ്റെ യജമാനനുണ്ട് വീട്ടില്. യജമാനന്റെ കയ്യിൽ 2 ദിർഹം തന്നിരുന്നു അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങാൻ.
ഞാൻ പോരുന്ന വഴിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ നാണയം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പെരേക്ക് തിരിച്ചെല്ലാൻ പറ്റൂല. മൂപ്പര് വലിയ മുങ്കോപ്പുള്ള ആളാ, അടി കിട്ടും. അതുകൊണ്ട് നബിയെ ഒന്ന് സഹായിക്കണം. റസൂലുള്ളാഹി തങ്ങള് അങ്ങാടിക്ക് പോകുന്നത് ഒരു കമ്മീസ് വാങ്ങാൻ 6 ദിർഹമാ കയ്യിൽ. നബിതങ്ങളൊന്നും ആലോചിച്ചില്ല. 6ൽ നിന്ന് 2 എടുത്തിട്ട് ആ പെണ്ണിന് കൊടുത്തു. അങ്ങാടി പോയി സാധനമൊക്കെ വാങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങാടി പോയിക്കാണ്ട് ഒരു കുപ്പായം വാങ്ങി. എത്രയാണ് ആ കുപ്പായത്തിന്റെ വില എന്നറിയുമ്പോൾ 4 ദിർഹം. ഇനി 2 കയ്യിൽ ബാക്കിയാണ്. 4 ദിർഹമിന് ഒരു കമീസ് വാങ്ങി. ഇങ്ങനെ വരുമ്പോ ഒരാൾ അവിടെ കുത്തിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തുനബിന്റെ മുഖത്തേക്ക് നോക്കണമൊന്നുമില്ല, ആരെങ്കിലും എനിക്കൊരു കുപ്പായം തരാച്ചെങ്കിൽ ഒന്ന് ഇട്ട് നോക്കായിരുന്നു. നമ്മളാച്ചെങ്കിൽ കേട്ടാലും കേൾക്കാത്തതിലാണ് പോ. എൻ്റെ പേര് പറഞ്ഞത് കേൾക്കായിട്ടല്ലത്, കേട്ടാ കുടുങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, ഒരു കുപ്പായം കിട്ടിയാൽ ഈ കീറിപ്പറഞ്ഞ വസ്ത്രം എത്ര കാലായി ധരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഈ കീറിയതൊന്ന് മാറ്റി പുതിയതൊന്നും ഉടുക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്തൻ വസ്ത്രം, വെള്ളം തൊടാത്ത വസ്ത്രം, ശരീരത്തിൽ അണിയാത്ത വസ്ത്രം അമീനാശൻ കൊടുത്തുന്ന വാങ്ങിക്കോ. അയാളത് വാങ്ങി. ഇനി ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ 2 ദിർഹമാണ്. ഇനി കുപ്പായം കിട്ടണല്ലോ. ഇപ്പോഴും സൗദി അറേബ്യയിലുണ്ട് റിയാലിന്റെ കട. അപ്പൊ അന്നും ഉണ്ട് എന്നാ മനസ്സിലാകുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഈ റിയാലിന്റെ കട നോക്കിയിട്ട് 2 റുപ്യക്ക് വിൽക്കണ ഒരു കുപ്പായം ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ വാങ്ങുകയാണ്. ആ കുപ്പായം വാങ്ങി ഇങ്ങനെ വരുമ്പോ ഈ പെൺകുട്ടിണ്ട് ഇപ്പോഴും അവിടെ കുത്തർന്ന് ഇങ്ങനെ കരയുന്നു. ഇതിൽ എന്തോ ഒരു തട്ടിപ്പുണ്ട്. കാണോലേക്കെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു കായ് വാങ്ങണ പണിയാവോ? കാശ് പോയിണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ആ പെണ്ണിന്റെ അടുത്ത് പിന്നെയും ചെന്നു. അല്ല മോളെ, ഈ എന്തപ്പോഴും കരയണ്? പോയില്ലേ? രാത്രിയായില്ലേ? സന്ധ്യാസമയമായില്ലേ? ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ സാധനമൊക്കെ വാങ്ങി. നിങ്ങൾ തന്ന പൈസക്ക് വീട്ടിലേക്ക് എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ വാങ്ങി. പക്ഷേ സമയം വൈകിപ്പോയി. ഈ താമസിച്ച സമയം ഞാൻ എൻ്റെ പുരയിലേക്ക് ചെന്നാൽ എൻ്റെ യജമാനൻ മുതലാളി ക്രൂരനാണ്. ആ ക്രൂരനായ മനുഷ്യൻ എന്നെ ആക്രമിക്കും. ഇത്രയും സമയം എവിടെ നീ ചെലവഴിച്ചത്? എൻ്റെ പൈസ വഴിയിൽ വീണുപോയതും ഉണ്ടായ സംഭവങ്ങളൊന്നും പറഞ്ഞാൽ അയാൾ ചെവി കൊള്ളില്ല. അതുകൊണ്ട് മുത്തുനബിയെ, നിങ്ങൾ എൻ്റെ പുരയിലേക്കൊന്ന് പോരുമെന്നാ ചോദിക്കണത്. ആരോട്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് സമയം ഉണ്ടാവൂല, വേറെ ആളെ വിട്ടുതരാറി. ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ നടക്ക്, ഞാൻ വരാം. ആ പെണ്ണിനെ മുന്നിൽ നടത്തി അള്ളാഹുവിന്റെ ഹബീബ് പിന്നിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിന്റെ പിന്നിൽ ഇങ്ങനെ പോകാണ്. വീടെത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പെണ്ണിനോട് പറഞ്ഞു, മോളെ, നീ പിന്നിലേക്ക് മാറി നിൽക്കണം, ഞാൻ മുന്നിലേക്ക് നിൽക്കാം. കാരണം വാതിൽ തുറന്നാൽ നിന്നെ ആദ്യം കണ്ടാൽ കോപമുണ്ടാകുന്ന സമയത്ത് നിന്നെ തല്ലാനും ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ള വീട്ടിന്റെ മുന്നിൽ ചെന്ന് വാതിൽ മുട്ടി വിളിച്ചിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്. ഒരു മിണ്ടാട്ടൂല്ല ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും അസ്സലാമു അലൈക്കും ഉണ്ടണില്ല 3 വട്ടം. അപ്പ വാതിൽ തുറന്നു. വഅലൈക്കും അസ്സലാം. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ നിങ്ങൾ ആദ്യം 2-നൊന്നും സലാം മടക്കിയില്ല? ആ വീട്ടുകാര് പറയുന്നു, നബിയേ, നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ദുആ ചെയ്യുകയാണ്. ആ ദുആ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും കിട്ടാനാണ്. 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും ഞങ്ങൾ സലാം അടക്കാതെ നിന്നത്. അപ്പൊ നബിതങ്ങൾക്ക് സന്തോഷമായി. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇവള്
സമയം താമസിച്ചത് അവളെ കാശ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അവളെ തല്ലരുത്, ആക്രമിക്കരുത് എന്നാണ്, അത് അപേക്ഷിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ വീട്ടുകാരൻ പറയുന്നു, നബിയേ, ആ പെണ്ണിനെ ഞങ്ങൾ തല്ലൂല എന്ന് മാത്രമല്ല, അവളെ ഞങ്ങൾ സ്വതന്ത്രയാക്കുന്നു നബിയേ. കാരണം നിങ്ങൾ ഞങ്ങളെ വീട്ടിലൊന്ന് കയറാൻ കാരണമായത് ഈ പെണ്ണാണല്ലോ നബിയേ. അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ പാരിതോഷികം നൽകുന്നത് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ്. അള്ളാന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പോരുമ്പോ സ്വന്തം ശരീരത്തോട് റസൂലുള്ള സംസാരിക്കുന്നു, റബ്ബേ, വല്ലാത്ത ബറക്കത്തുള്ള പൈസ തന്നെ, 6 ദിർഹം. 6 ദിർഹം കൊണ്ടൊരു പെണ്ണിനെ എനിക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു കരയുന്ന പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു. വസ്ത്രമില്ലാതെ വിഷമിച്ച സഹോദരന് വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞു. എനിക്ക് വസ്ത്രം വാങ്ങി ധരിക്കാനും കഴിഞ്ഞു. ബറക്കത്തുള്ള പൈസ തന്നെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, നാളെ മഹ്ശറയിൽ ഭൂമി ലോകത്ത് വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ, വിശന്ന് ജീവിച്ചവന്റെ വിശപ്പ് തീർക്കാൻ ശ്രമിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു വിദേശിയായ മനുഷ്യനെ കണ്ടിട്ട് അയാൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്താൽ, അല്ലാഹു അഅദഹുല്ലാഹ് മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ മുഴുവൻ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു അയാൾക്ക് സലാമത്ത് കാവൽ നൽകുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശമാണ്. അതുകൊണ്ട് മഹ്ശറയിൽ സന്തോഷമുള്ള വിഭാഗമുണ്ട്, സമാധാനമുള്ള വിഭാഗമുണ്ട്. ഇനി ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, മഹ്ശറയിൽ വന്നാൽ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പോകുന്ന നല്ലവരുണ്ട്. മഹ്ശറ വലിയ സംഭവമാണ്. ആ മഹ്ശറയ്ക്ക് പോയ സംഗതി, അവിടെ നന്മ തിന്മ തൂക്കലും സംഗതികളൊക്കെ ഉണ്ട്. ഇതെല്ലാം പറയാൻ സമയമില്ല. വിചാരണ കൂടാതെ, ഹിസാബ് കൂടാതെ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന 3 വിഭാഗം അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ആരാണ് അവർ? ഒരു നോട്ടുമില്ല, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഒന്നാമത് അൽ മുതഅല്ലിമു ലിദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവനാണ്. ഇത് ദീന് പഠിക്കാൻ വന്നവനാണ്. ഇൽമിന് വേണ്ടി ജീവിതം മുഴുവനും നീക്കിവെച്ചാൽ അതിന്റെ സ്ഥാനവും മഹത്വവും വേറെയാണ്. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഒരാൾ പോയാൽ, ഇൽമ് പഠിച്ചുകൊണ്ടിരുന്നാൽ, ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ ക്ലാസ് കേട്ടാൽ, വഅദ് കേട്ടാൽ, അത് പഠിക്കാൻ പിന്നെയും പിന്നെയും താല്പര്യം പ്രകടിപ്പിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവന് ഹിസാബില്ല, വിചാരണയില്ല. രണ്ടാമത് പുന്നാരതങ്ങൾ പഠിപ്പിച്ചത്, വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തുന്നത് അൽ ബാറു ലിവാലിദൈഹി, ഉമ്മാക്കും ഉപ്പാക്കും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത് ജീവിക്കുന്ന വിശ്വാസിയാണ്, ഒരു മകനാണ്. അൽ വലദുൽ ബാറു ലിവാലിദൈഹി. ജീവിക്കണേ മൂമിനീങ്ങളെ. മൂന്നാമത് ഹബീബ് പഠിപ്പിക്കുന്നത്, ഇത് ഉമ്മമാർക്കുള്ളതാണ്. അൽ മുതീഅത്തു അൽ മർഅത്തുൽ മുതീഅത്തു ലിസൗജിഹാ, ഭർത്താവിനനുസരിച്ചു, ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല ഒരു പെണ്ണിന് ഹിസാബില്ലെന്നാണ്, ചോദ്യമില്ലെന്നാണ്, വിചാരണയില്ലെന്നാണ്.
വെള്ളിയാഴ്ച ജുമുഅക്കൊക്കെ വരുമ്പോ, വെള്ളിയാഴ്ച രാവ് ഇശാക്ക് നിസ്കരിക്കുമ്പോ ഇമാം ഓതുന്ന സൂറത്താണ് ഹൽ അതാക ഹദീതുൽ ഗാശിയ, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിങ്ങളെ വിചാരണ എന്റെ സമീപത്താണ്, നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഈ ആയത്ത് ഓതുമ്പോ ഇത് ഓതുന്നവനും കേൾക്കുന്നവനും പതുക്കെ പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ ഹസിബ്നി ഹിസാബൻ യസീറാ. അബ്ബേ എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഈ ആയത്ത് ഓതുമ്പോൾ എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പുണ്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഹിസാബില്ലാതെ പോകാൻ പറ്റുന്ന വിഭാഗം. മൂന്നാമത് റസൂലുള്ളാഹി എണ്ണിയത് ഭർത്താവിന്റെ മുഴുവൻ കാര്യങ്ങളും അനുസരിച്ച്, ഭർത്താവിനെ വെറുപ്പിക്കാതെ, ഭർത്താവിനോട് ദേഷ്യപ്പെടാതെ ജീവിക്കുന്ന ഒരു പെണ്ണിന് വിചാരണ കൂടാതെ സ്വർഗമുണ്ട്. ഖാല റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ഖൈറായ രൂപത്തിൽ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കുവാനും നാളെ സുഖലോക സ്വർഗത്തിൽ മഹത്തുക്കളെ കൂടെ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിന്റെ ഒരു ഹദീസ് ബറക്കത്തിന് പറഞ്ഞു നിർത്തുകയാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ. ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഞാനുമായി ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, എത്രയോ ജനങ്ങൾ, ലക്ഷങ്ങൾ വരുമല്ലോ, കോടികൾ വരുമല്ലോ, അവരെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത് ഇന്ന ഔലന്നാസി ബി, ഞാനുമായി ജനങ്ങളിൽ നിന്ന്, എന്നോട് ജനങ്ങളിൽ നിന്ന് ഏറ്റവും കടപ്പെട്ടവർ, ഏറ്റവും ബന്ധപ്പെട്ടവർ ഖിയാമത്ത് നാളിൽ അക്സറുഹും അലയ്യ സ്വലാത്താ, എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. അതുകൊണ്ട് മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ആദ്യം ഹൗദുൽ കൗസർ കുടിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവൻ ആരാണ്? അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ അടുത്തുള്ളാക്ക് ഹൗദുൽ കൗസർ കിട്ടുന്നത്. പുന്നാര തങ്ങളെ അരികെ ആദ്യം നിൽക്കാൻ പറ്റുന്നത്, അവിടുത്തെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആരാണോ ചൊല്ലിയത് അവർക്കാണ് ആദ്യം സ്വർഗത്തിലേക്ക് പുന്നാര തങ്ങളെ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത്. അവിടുത്തെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർക്കാണ്. അതല്ലേ ഈ ഹദീസ് പഠിപ്പിച്ചത്? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്താ. അതുകൊണ്ട് വിശുദ്ധ റബീഉൽ അവ്വൽ വരുന്നു. റബീഉൽ അവ്വൽ എത്തുന്നതിന്റെ മുമ്പ് സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കണം, മരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോ ഇനി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. അത് മഹ്ശറയിൽ നമുക്ക് വലിയ വിജയം നേടിത്തരുന്ന അമലാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആരാണോ അധികരിപ്പിച്ചത് അവരും ഞാനുമായി പ്രത്യേകമായ ബന്ധമുണ്ട് എന്നാണ്. അതുകൊണ്ട് നബിയുടെ കൂടെ നമുക്ക് നിൽക്കാൻ, നബി തങ്ങളുടെ ശഫാഅത്തിൽ നമുക്ക് ചേരാൻ, അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ആദ്യം വാങ്ങി കുടിക്കാൻ അവസരം കിട്ടാനുള്ള ഒരു ചാൻസ് മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത് അവിടുത്തെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുക എന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ദുന്യാവും ആഖിറവും നബി തങ്ങൾ പറഞ്ഞു സുബ്ഹി നിസ്കരിച്ച ഉടനെ സ്വഹീഹായ ഹദീസിൽ കാണാം എൻ്റെ പേരിൽ ഒരാൾ സുബ്ഹി നിസ്കരിച്ച് 100 സ്വലാത്ത് ചൊല്ലി അവൻ വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കുന്നതിൻ്റെ മുമ്പ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 100 സ്വലാത്ത്, എന്നാൽ 100 ആവശ്യങ്ങളെ അള്ളാഹു അവന് സാധിപ്പിച്ചു കൊടുക്കും, വീട്ടിക്കൊടുക്കും. അതിനാദ്യം സുബ്ഹി നിസ്കരിക്കണം, ഖളാ ആവാതെ. അങ്ങനെ സുബ്ഹി നിസ്കരിച്ച് 100 സ്വലാത്ത് ചൊല്ലിയാൽ ഖളല്ലാഹു ലഹു മിഅത്ത ഹാജ, 100 ആവശ്യങ്ങളെ അള്ളാഹു അവന് അപ്പം തന്നെ കൊടുക്കും. അപ്പൊ ഒരു സ്വലാത്തിന് ഒരു ആവശ്യമായി. അതിൽ 30 ആവശ്യം അവന് ഇപ്പോൾ തന്നെ കിട്ടും, ദുന്യാവിൽ നിന്ന് കിട്ടും. ബാക്കി 70 അവന്റെ മരണസമയത്തും ഖബറിലും ഖബറിന് ശേഷമുള്ള മഹ്ശറയിലേക്ക്, മഹ്ശറയിലെ മീസാൻ, സിറാത്ത് പാലം, ഈ സമയങ്ങളിൽ അവന് ലഭിക്കും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും, നബിതങ്ങളുടെ ബന്ധം നമുക്ക് ലഭിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നന്മ കൊണ്ട് ധന്യമാക്കുവാൻ, മരണത്തെ ആസ്വദിക്കുന്ന മരണമാക്കി തീർവാൻ, പരലോക ജീവിതത്തെ സന്തോഷമുള്ള ജീവിതമാക്കി മാറ്റുവാൻ മുഅ്മിനീങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി ഖിയാമത്ത് നാളിൽ മനുഷ്യനെ വിചാരണ ചെയ്യപ്പെടുന്നത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ, നിസ്കാരം. അത് വളരെ ഗൗരവമുള്ള അമലാണ്. ആദ്യം വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. ആദ്യം ഒരു മനുഷ്യന്റെ തുലാസിൽ തൂക്കുന്ന അമല്, അത് നബിതങ്ങൾ പഠിപ്പിക്കുന്നത് അവന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്ത ഭക്ഷണമാണ്. അതിന് വല്ലാത്ത ഭാരമാണ്. ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ആഹാരം കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്, അവരെ പോറ്റി വളർത്തിയത്, അവരെ ചികിത്സിച്ചത്, അവരെ സംരക്ഷിച്ചത്, അവർക്ക് വീട് പണിതത്, ഇതിനൊക്കെ ചെലവായ എൻ്റെ പണം അതാണ്. അവരെ പരിചരിക്കാൻ എനിക്ക് ചെലവായ സംഖ്യയാണ്. അവർക്ക് കൊടുത്ത ഭക്ഷണം, ഇത് വലിയ അമലാണ്. ഇതാണ് ആദ്യം മീസാൻ എന്ന തുലാസിലിട്ട് തൂക്കുന്നത്. അത് തുലാസിലങ്ങോട്ട് ഇട്ടാൽ വല്ലാതെ ഭാരമുള്ള അമലായി തീരുമെന്ന് ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളെ കുടുംബത്തെ, മാതാപിതാക്കൾ, മക്കളെ പോറ്റി വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഇത് വലിയ അമലാണ്, വല്ലാത്ത സൽക്രമമാണ്. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാത്ത ആളുകൾ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആളുകൾ, ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു പോകുന്ന ആളുകൾ ലോകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. പരലോകത്ത് അവന്റെ ഹസനാത്ത് തൂക്കുന്ന സമയത്ത് ആദ്യം തൂക്കുന്നത് ഈ പറയപ്പെട്ട അമലാകുന്നു. എന്നാൽ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന അമല് അത് നിസ്കാരത്തെ കുറിച്ചാണ്. മോനെ, നീ നിസ്കരിച്ചിട്ടുണ്ടോ? എത്ര വഖത്ത് നിസ്കാരം നിനക്ക് ഖളാ ആയി പോയിട്ടുണ്ട്? ഏതെല്ലാം സമയത്ത് നീ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട് മനഃപൂർവം എന്നതിനെക്കുറിച്ച് വിചാരണയുണ്ട്. ആ വിചാരണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഖളാ ആയി പോയ നിസ്കാരങ്ങളെ ഖളാ വീട്ടാൻ, വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടൂല എന്ന പ്രതിജ്ഞയും കരാറും നമ്മൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണം. ഏത് സമയത്തായാലും, അത് തണുപ്പുള്ള സമയത്താണെങ്കിൽ സുബഹി നഷ്ടപ്പെടരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മുനാഫിക്കിന്റെ ലക്ഷണമാണ്. മുനാഫിക്കീങ്ങൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാണ്ടായിരുന്നു. അള്ളാന്റെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിനുണ്ട്.
പക്ഷേ മുനാഫിക്കീങ്ങൾ നിസ്കാരത്തിനില്ലാത്ത 2 വഖത്ത്, സുബഹിക്ക് പള്ളിയിൽ മുനാഫിക്ക് വരൂല, ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ മുനാഫിക്കീങ്ങൾ ജമാഅത്തിനുണ്ടാവൂല, മഗ്രിബിനുണ്ടാവും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. മഗ്രിബിന് പള്ളി ഫുള്ളാ, ഇശാക്ക് കുറവാ. ളുഹറിനും അസ്റിനും അതുപോലെ തന്നെ ജമാഅത്തിന് ആളുകളുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറയുന്നു ഇത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ മുനാഫിക്ക് കുറവാണ്, പങ്കെടുക്കലില്ല മദീനത്തും മക്കയിലും. അതേ സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വരൂല, ഇത് നിഫാഖിന്റെ അലാമത്താണ്. അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജമാഅത്ത് നിസ്കാരം ഒന്ന് സുബഹിയുടെ ജമാഅത്ത് നിസ്കാരമാണ്, മറ്റൊന്ന് ഇശാ നിസ്കാരമാണ്. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളിൽ തന്നെ ചെന്നുകൊണ്ട് നമ്മൾ രാവിലെ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുവാൻ പരിശ്രമിക്കണം. ഒരു നിസ്കാരം പോലും നമുക്ക് നഷ്ടപ്പെടരുത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ അതാ ഒരു കഴുതങ്ങനെ വന്നിട്ട് ഈസാ നബിയോട് അൽഹംദുലില്ലാഹ്. ഈസാ നബി എന്താണ് ഈ അൽഹംദുലില്ലാഹ്, കഴുതയാണ് ഈ പറയണത്. അപ്പൊ കഴുത പറയാണ്, അള്ളന്നെ ഒരു നായാക്കിയില്ലല്ലോ, അതിൽ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞതാണ് അൽഹംദുലില്ലാഹ്. കുറച്ചാണ്ട് ചെന്നപ്പോണ്ടൊരു നായ ഈസാ നബിന്റെ മുന്നില്, നായ പറയുന്നതും അൽഹംദുലില്ലാഹ്. അപ്പൊ ഈസാ നബി ചോദിച്ചു, ഈ എന്താണോ അൽഹംദുലില്ലാഹ് പറയണ്? കഴുത പറഞ്ഞത് അന്നെ കഴുതയാക്കിയില്ലല്ലോ എന്നാണ് കഴുത പറഞ്ഞത്, ഈ എന്തിനെ ഇപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അപ്പൊ നായ പറയുന്നു, അള്ളെന്നെ പന്നിയാക്കിയില്ലല്ലോ, വൃത്തികെട്ടതാണ് എന്നെക്കാട്ടി പന്നി എന്നത്, നജസ് തിന്നുന്ന സാധനാണിത്, ഏറ്റവും വയച്ചത് തിന്നുന്നതാണിത്, അതുകൊണ്ട് പന്നിയാക്കാതെയാണല്ലോ അള്ളെന്നെ നായായി പടച്ചത്, അൽഹംദുലില്ലാഹ്. കുറച്ച് ചെന്ന പണ്ട് പന്നി ഇങ്ങനെ വരുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനോട് ലോകത്ത് മലകളും കല്ലുകളും മൃഗങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പന്നി അൽഹംദുലില്ലാഹ്, നീ എവിടുക്ക അൽഹംദുലില്ലാഹ് പറയണ്ട്? അപ്പൊ പന്നിനോട് ഈസാ നബി ചോദിച്ചു, എന്തിനാ ഈ എല്ലിയത്? ആ പന്നിയരെയാണ്, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മനുഷ്യനായി എന്നെ അല്ലാഹു പടച്ചില്ലല്ലോ, അതിലും ഭേദം ഈ പന്നിയായി ജീവിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൃഗങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയാണ് മഹ്ശറയില്. ആനകളും കടുവയും കരടിയും പുലിയും ഈ പറഞ്ഞ മാനും നായയും പന്നിയും പൂത്തും ഊരിയും ആടും എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ മഹ്ശറയിൽ വന്നുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. അല്ല ചോദിക്കുന്നു, അല്ല പറയുന്നു, ഇത് സുജൂദിന്റെ സ്ഥലമല്ല, അത് കഴിഞ്ഞുപോയി, അത് ഭൂമി ലോകത്താണ്. സുജൂദ് ചെയ്യേണ്ടത് ഭൂമിയിലാണ്. ഇനി ഇവിടെ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്തിനേ നിങ്ങൾ സുജൂദ് ചെയ്തത്? ഭൂമിയിൽ നിന്നും റബ്ബിന്റെ മുന്നിൽ വിചാരണ നേരിടാൻ എത്തിച്ചേർന്നിരിക്കുന്ന മൃഗങ്ങളോട് അള്ളാഹു ചോദിക്കുമ്പോൾ ആ മൃഗങ്ങളുടെ മറുപടി, തമ്പുരാനേ, ഇത് ഇബാദത്തിന്റെ സുജൂദല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഇത് ഞങ്ങളൊരു നന്ദി ചെയ്യുകയാണ്. നീ ഞങ്ങളെ പടച്ചു, ഞങ്ങളെ പോറ്റി, ഞങ്ങൾക്ക് വെള്ളം തന്നു, ഞങ്ങൾക്ക് ശ്വസിക്കാൻ വായു തന്നു, ഞങ്ങൾക്ക് എല്ലാം നീ ചെയ്തു തന്നു. അതുകൊണ്ട് ഒരു ശുക്റായി, നിനക്ക് നന്ദിയായി നിന്റെ വീട്ടിലെത്തിയപ്പോൾ ഈ കോടതിക്ക് മുന്നിൽ ഞങ്ങളൊന്ന് വണങ്ങുകയാണ്. മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനേ. അല്ലാഹു തആല അവരോട് മണ്ണാകാൻ ആവശ്യപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അവർ സംതൃപ്തരാണ്. ഭൂമി ലോകത്ത് ജീവിച്ച മൃഗങ്ങൾ നമ്മൾ ഭക്ഷണമായി ഉപയോഗിച്ച് ഭൂമിയിൽ മണ്ണായി അലിഞ്ഞു ചേർന്നിരിക്കുന്ന മൃഗങ്ങൾ സംതൃപ്തരാണ്. റബ്ബിന്റെ മുന്നിൽ അവരെത്തുകയാണ്. അവർക്ക് ശിക്ഷയില്ല, അള്ളാഹുവിന്റെ അദാബില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിന്റെ കാര്യം വിവരിച്ചുകൊണ്ടാണ്.
ഇത് ഭയാനകമാണ്. ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി നമ്മളെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നേരത്തെ പോലെ ഒരു ചീട്ടെന്നപ്പോ ഷാഫി സഖാഫി വരൂലെന്നാ ഞാൻ വായിച്ച്. അപ്പോ ഏതായാലും ഇനി നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. വല്ലാതെ വേഗാതെ എത്തിയത് ബദരീങ്ങളെ വർക്കത്ത് കൊണ്ട് ഞാനും നിങ്ങളൊക്കെ കഴിച്ചിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും ഇനി ഇവിടെ പറയുന്നതും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യ അമലായി കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും പാവപ്പെട്ട എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.